കുഴപ്പമൊന്നും ഇതെൻ്റേതാണ് അവൾ എൻ്റേതാണ് സൂസൻ എൻ്റേതാണ് ഇങ്ങനെ കുറേ എൻ്റേതാക്കും. എന്തുകൊണ്ടാണ്? എന്നിലുണ്ടാകുന്ന അനുഭവത്തെ എനിക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇത്ര വരേണ്ടതാണല്ല, വന്നില്ലല്ലോ, ആ ട്രാൻസാക്ഷൻ കറക്റ്റായില്ല. അവിടെ ഇതെല്ലാം ആക്ടിവിറ്റീസ് റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ബുദ്ധിയൊരു ലോകത്തെ സൃഷ്ടിക്കുക, മനസ്സിലായി? പക്ഷെ ആക്ച്വലി ലോകം അവിടെ ഉണ്ട്, പെർഫെക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ലൈവായിട്ടിരിക്കുകയാണ്. ആ ഭാഗം സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ നാച്ചുറൽ ഹാപ്പനിങ് ആണ്, ഇത് ഫുൾ ടൈം ഹാപ്പനിങ് ആണ്. പക്ഷെ ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? പൊസസീവ്നെസ്. നമ്മൾ പൊസസ്ഡ് ആയിപ്പോയി. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഉള്ളിൽ ഇംപ്രഷൻ ഉണ്ടാക്കി, നമ്മൾ ബ്ലൈൻഡായി. നമ്മുടെ ഉള്ളിൽ ഇംപ്രഷൻ വീണപ്പോഴത്തേക്കും അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഈ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം വെച്ചാണ് നമ്മുടെ ശരീരം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ തന്നെ റിഫ്ലക്ഷൻ വീഴുമ്പോൾ എന്ത് സംഭവിക്കും? ഭയങ്കര മാനിപ്പുലേഷനായി. ലൈറ്റാണ്, നമ്മുടെ ബോഡി കംപ്ലീറ്റ് ലൈറ്റ് ബോഡിയാണ്, മനസ്സിലായ? ബേസ് കംപ്ലീറ്റ് ലൈറ്റ് ബോഡിയാണ്. അതുകൊണ്ടാണ് ഗ്രാവിറ്റി, ആകർഷണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. ആകർഷിക്കുന്ന ഈ പ്രകാശത്തെ ആകർഷിക്കണം. അപ്പോൾ എത്ര ടെൻഡറായിട്ടുള്ള ആകർഷണമാണ്, മനസ്സിലായി? വളരെ ഫീബിളായിട്ടുള്ള ആകർഷണമാണ് ഈ പ്രകാശത്തെ. അത് അനുഭവിക്കുന്നിടത്താണ് നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഓഫ് കൺസിസ്റ്റൻസി ഇല്ല, കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പോകുന്നൊരവസ്ഥ. അത് റിലാക്സ്ഡ് ആണ്, അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് പ്രപഞ്ചം. അങ്ങനെയാണ്. ചന്ദ്രൻ അതിൻ്റെ ഭ്രമണത്തിൽ നിൽക്കുന്നു. ആര് പിടിച്ചു നിർത്തിയതാണ്? ചന്ദ്രൻ ഒരു ഭാഗത്ത് ഇങ്ങനെ വെറുതെ നിൽക്കുകയല്ലേ, എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് പ്ലാനറ്റ്സ് ഉണ്ട്, ഇങ്ങനെ കൊണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ പഠിച്ച ഭാഗം വിട്ടിട്ട് ഇതെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ടെന്ന് നമുക്കറിയാമല്ല. ഇല്ലെങ്കിൽ ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കുന്ന അറിഞ്ഞിട്ടില്ലേ? ചന്ദ്രനായിട്ട് ബന്ധമുണ്ടാകും. അല്ല, മൈൻഡിനെ വിട്. നമുക്ക് ചന്ദ്രൻ്റെ അതായത് നമുക്ക് അതൊക്കെ വിട്ടിട്ട് നമുക്ക് ഈ പറയുന്ന ബ്രൈറ്റ് മൂണും ഡാർക്ക് മൂണും ഉണ്ടല്ലോ, അല്ലെ? ബ്രൈറ്റ് മൂൺ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ചേഞ്ച് ആവും. അല്ല, അതൊക്കെ വിടും. അതെ, നമുക്ക് ബ്രൈറ്റ് മൂൺ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി വേറെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. ഡാർക്ക് മൂൺ വരുമ്പോഴത്തേക്ക് വേറെ രീതിയിൽ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഇത് ഷിഫ്റ്റാണ്, മനസ്സിലായി? ഇത് ഷിഫ്റ്റാണ്, അപ്പും ഡൗണുമാണ്. ഇത് തന്നെയല്ലേ രാത്രിയും പകലും? രാവിലെ ആകുമ്പോൾ നമ്മൾ ഉണർന്നു വരുന്നു, രാത്രി ആകുമ്പോൾ നമ്മൾ കിടക്കുന്നു. ഇതേ ഷിഫ്റ്റ് തന്നെ നമ്മൾ കൂടുതൽ സൂക്ഷ്മമായിട്ട് ചെല്ലുന്നിടത്താണ് നമ്മൾ ഹയർ ലെവൽ ക്ലാരിറ്റി കിട്ടുന്നത്, മനസ്സിലായി? ഇതേ ഷിഫ്റ്റ് ഇതെല്ലാം തമ്മിൽ പരസ്പരം കണക്റ്റഡാണ്, എല്ലാം കണക്ട്. ലൈഫിന്റെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സംഭവങ്ങളാണ്. ഇത് കോർഡിനേറ്റ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടണം. ജനിച്ചത് കൊണ്ട് ജീവിതമൊന്നും ആയില്ല, മനസ്സിലായി? ജനിച്ചതുകൊണ്ടൊന്നും ആരും ജീവിക്കുന്നില്ല. നമ്മളിൽ സജീവമായിട്ട് അനുഭവിക്കുന്നത്രയും നമ്മളുണ്ടാക്കി. നമ്മളിത് അനുഭവിക്കുന്നത്രയോ അത് നിലനിൽക്കും. കാരണം ആരാണ് ഈ അനുഭവിക്കുന്നത്? അനുഭവിക്കാൻ ആരും ഉണ്ടല്ലോ. ഞാൻ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ അവിടെ. ഈ ഞാൻ എന്ന് പറയുന്ന അവസ്ഥ സജീവമായിട്ട് ശരീരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ശരീരത്തിൽ അനുഭവത്തിൽ തുടർന്നുകൊണ്ടിരിക്കണം. അത്രയും കാലം ആളുണ്ടാകത്തുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇത് വിട്ടുപോയാൽ തീർന്നു, മരണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന അനുഭവം തുടരുന്നുണ്ടോ? അല്ലാണ്ട് വേറെ യാതൊരു കാര്യമില്ല. ഇത് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് നോക്കിയിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടുത്താൻ നോക്കി ആൾക്കാർ കിടന്ന് തലകുത്തി മറിയുക. ഒരു പുസ്തകത്തെ തുടരുത്. നമ്മൾ അനുഭവത്തിൻ്റെ ഭാഗത്ത് വരുമ്പോഴാണ് റിയാലിറ്റി എന്താണെന്ന് അറിയണം. മറ്റേ മുഴുവനും കഥകളാണ്, സർവ്വതും കഥകളാണ്. എങ്ങനെ തെളിച്ചമുണ്ട്? ആഹാ. ഈ തെളിച്ചത്തിൽ തുടരുമ്പോഴാണ് ആഹാ. ഈ വെളിച്ചത്തെ അനുഭവിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സൂപ്പർ ഇൻ്റലിജൻസാണ്. ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ സംശയങ്ങളും മാറും. നമ്മളെന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്? പഠിപ്പിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ കുഴപ്പം. ശരിയല്ല. ശരിപ്പെടുത്താൻ നമ്മൾ പാടുപിടിക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഈ ലോകത്തിനകത്ത് പുതിയൊരു ലോകം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയും നടക്കില്ല. അതുകൊണ്ട് ആരോടും അവരങ്ങനെ പറഞ്ഞാൽ ആയിക്കോട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ ആയിക്കോട്ടെ, ആർക്ക് എന്തൊക്കെ പറയണം ആയിക്കോട്ടെ, ശരി, അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവരെയും കൈകൂപ്പി വിടുക, മനസ്സിലായി? ആർക്കും
പുതിയൊരു ലോകം ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. അവനവനെ അനുഭവിക്കുന്ന ഭാഗത്ത് ആഹാ സിമ്പിളാണ്. അവരില്ലാന്ന് പറഞ്ഞിട്ട് ഇല്ലാതാകുന്ന ഒരു ലോകവും ഇല്ല. ആ മരിച്ചതിന് ശേഷം അങ്ങനെ ഉണ്ടായി, ഞാൻ അവിടെ നിന്ന് വന്നതാണ്, ഇങ്ങനെയൊക്കെയുള്ള കഥ മുഴുവൻ കഥകളാണ്. നമ്മൾക്ക് ഈ അനുഭവം കൃത്യമായിട്ട് എടുക്കുമ്പോഴാണ് ആഹാ ഓക്കെ ഇതിങ്ങനെയാണ് കൊള്ളാം, ഞാൻ എന്നെ അനുഭവിക്കുന്നത് തെളിഞ്ഞ് വരുന്നത്. എത്രത്തോളം തെളിഞ്ഞു വരുന്നത് അത്രയും കാലം ജീവിക്കും. മരിച്ചതാണ്. ഈ അനുഭവത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കിട്ടിയ അനുഭവമാണ് നമ്മൾ തുടരുന്നത്. അല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. ചത്തത് തന്നെ. ചത്തതിന് ശേഷം ആത്മാവ് അങ്ങോട്ട് വിട്ടു പോകുന്നതൊക്കെ വെറും കഥകളാണ്. മനസ്സിലായി? ഇത്രയും കാലം നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളുടെ വ്യക്തതയിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ വ്യക്തതയിലല്ലേ. ആ വ്യക്തത പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷനല്ലേ. ഞാൻ എന്നെ അനുഭവിക്കുന്നിടത്ത് എനിക്ക് വ്യക്തത കിട്ടുകയാണ്. എവിടെ വ്യക്തത കിട്ടും എപ്പോൾ കൺഫ്യൂഷനാണ്, അപ്പം അജിറ്റേഷനാണ്, ഇറിറ്റേഷനാണ്. ഈ വ്യക്തതയിൽ തുടരുമ്പോൾ ആശ്വാസം. ഈ വ്യക്തത സാവകാശം കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിക്കുക. അപ്പോൾ തനിയൊരു കാര്യം ഇതല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഈ ഗാഠനിദ്രയിൽ നമുക്ക് തോന്നുന്നത്, ഗാഠനിദ്രയിൽ നമ്മൾ അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു മരണാവസ്ഥയിൽ ശരി അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത്? അല്ല, ഗാഠനിദ്ര എന്ന് പറയുന്നത് സത്യത്തിൽ ഗാഠനിദ്ര എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ലൈവാണ്. എന്താണ് ഉറങ്ങുന്നത്? എന്താണ് ഉണർന്നതാണ് ഉറങ്ങുന്നത്. ഉണർന്നത് മാത്രമേ ഉറങ്ങുന്നുള്ളൂ. തുരിതാവസ്ഥയിലെത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾക്ക് സ്വപ്നാവസ്ഥ ഉണ്ടല്ലോ, അതും ഗാഠനിദ്രയല്ല, അതും കഴിഞ്ഞ ഗാഠനിദ്ര. സ്വപ്നം കാണുന്നത് നിദ്രയിൽ നിന്ന് ഉണരാറാവുന്ന ടൈമിലായിരിക്കും. സ്വപ്നം, ദർശനമല്ല, സ്വപ്നം. പക്ഷെ ഗാഠനിദ്രയും കഴിഞ്ഞിട്ട് ദുരിതാവസ്ഥയുണ്ട്. അത് നമുക്ക് ഇല്യൂഷനെ ഭേദിച്ചു കഴിഞ്ഞാൽ ഞാനാണ്, ജീവനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോധത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതിനാ ഇവിടെ വന്നത്. അല്ലെങ്കിൽ നമ്മള് അതില് തന്നെയാണല്ലോ. കോഴ്സ് എടുക്കാൻ അറിയില്ല, ഇപ്പൊ അഹം ബ്രഹ്മാസ്മി അല്ലെ? അല്ല, അതെന്താണ് അതറിഞ്ഞതിനെയാണല്ലോ അവർ എഴുതി വെച്ചത്. അവരറിഞ്ഞതിനെ അവർ എഴുതി വെച്ചു. ഞാൻ അറിഞ്ഞാൽ ഞാൻ എഴുതും. അതാണ് ഈ ബൈബിള് ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്. എന്താണ്? ജീവനെ അറിഞ്ഞപ്പോ ജീവനായിട്ട് എഴുതിയതാണ് ആ പുസ്തകം. അപ്പോഴാണ് അത് ബൈബിള്. അതുപോലെ എനിക്കും എഴുതാൻ വേണമെങ്കിൽ ഞാൻ എന്നെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. നമ്മളെ അനുഭവം ഈ ശബ്ദമായിട്ട് അത് അയാളുടെ റിയാലിറ്റിയാണ്. ആരാണ് എഴുതിയത് അയാളുടെ റിയാലിറ്റിയാണ്. പക്ഷെ ഞാൻ ജീവനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവന് ഇല്യൂഷനെ അറിയാൻ പറ്റും, കോൺഷ്യസിനെ അറിയാൻ പറ്റും. അതായത് ചേച്ചി ചേച്ചീനെ അനുഭവിക്കുന്നത് ഓക്കെ, ചേച്ചിയുടെ അനുഭവത്തെ എങ്ങും റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഞാൻ സംസാരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഞാൻ നടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്. ഞാൻ നടന്നു പോവുകയാണ്, അതുപോലെ ഞാൻ സംസാരിച്ചു പോവുകയാണ്. ഈ സംസാരം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സൂക്ഷ്മ തലത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നമ്മൾ ഇൻസ്റ്റോൾ ചെയ്ത ഭാഷയാണ്, നമ്മളെ പഠിപ്പിച്ച ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഭാഷയ്ക്ക് യാതൊരു അർത്ഥവുമില്ല, ഒരു ബന്ധമില്ലാത്ത ഭാഷയിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. കാരണം എ എന്ന് എഴുതിയിട്ട് ഇതാണ് എ എന്നല്ലേ പഠിപ്പിച്ചത്. ഇത് എ ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യാൻ. എന്നിട്ട് നമ്മുടെ ഉള്ളിലൊരു ഇംപ്രഷൻ ഇടുകയാണ്. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ. ഇത് നമ്മുടെ ഉള്ളിൽ ഇംപ്രഷൻസ് ഇടുകയാണ് അല്ലേ? എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന്. സത്യത്തിൽ ഈ പറയുന്ന ഈ ഇലൂഷനാണ് നമ്മൾ ഭാഷ എന്ന് പറഞ്ഞ അതെ പറയുന്ന ഇന്റർപ്രിട്ടേഷനുമായിട്ട് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞ വിഗ്രഹങ്ങൾ ഇങ്ങനെ രൂപം കൊള്ളുകയും ആശയങ്ങൾ രൂപം കൊള്ളുകയും ഉള്ളിൽ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ. ആക്ച്വലി നമ്മുടെ അനുഭവം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായി? അതാർക്കും ഈ ഭാഷ കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾക്ക് എന്താണ് ചെയ്യാന്ന്, നമ്മൾ സാവകാശം ചെയ്യുന്ന ഈ ഭാഷയെ നമ്മൾ എടുത്ത് കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് പണ്ട് പൂർവികർക്ക് പറ്റിയ ഒരു നമ്പർ വൺ വിഡ്ഢിത്തരം നമ്മൾ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഷ എടുത്തു കളയാൻ പോവുകയാണ് നമ്മൾ.
എടുത്തു കളയുമ്പോഴാണ് റിയൽ വേൾഡ് കാണുന്നത്. ഈ ഭാഷയാണ് സമൂഹത്തിൽ മനുഷ്യന് വന്നിരിക്കുന്ന ഏറ്റവും നമ്പർ 1 കണ്ടാമിനേഷൻ. ഇത് അത്ര നമ്മളിപ്പോൾ ഒരു രോഗം വന്നു, ഈ രോഗം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു കളയാൻ പറ്റുമോ? ഇല്ല, അത് വളരെ സ്ലോലി എടുത്തു കളയാൻ പറ്റും. സ്ലോലി അത് വന്നത്. എന്താ? രോഗം വന്നത് സ്ലോലി തന്നെയാണ്. അല്ല, വന്നതല്ല, നമ്മൾ വരുത്തിയതാ. അതെ, ആ വരുത്തിയതും സ്ലോലി, പ്രോസസ് അതെ, സ്ലോ ആണ്. അതേപോലെ അത് പോവുള്ളൂ. അതെ. അപ്പൊ ഈ അതാണ് മൂന്നിന് പൗർണമിന്ന് അമാവാസ്യയിലെത്താൻ സ്ലോലി അത് വന്നത്. ആ റിതം എല്ലാത്തിലും ഉണ്ട്. എക്സാക്ട്ലി, ആ ഋതത്തിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിൽ നമ്മൾ പറയുന്ന ഈ ഭാഷയുമായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. ഇതാദ്യം മനസ്സിലാക്കണം. ഫസ്റ്റ് വേണ്ടത് ഞാൻ പറയുന്നത് എന്തോ ഭയങ്കര വലിയ കാര്യമാണെന്നുള്ള തോന്നൽ മാറിയാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ തന്നെ അങ്ങോട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കുകയും ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഇത് പഠിച്ചു വെച്ചതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അതെ 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 അതെ. ഇതിനകത്ത് നമുക്ക് കുറേ ആശയങ്ങൾ ജനിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ എക്സ്പാൻഷൻ ചെയ്യും എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്തു, അതുകൊണ്ട് വല്ലതും ഉണ്ടാ. ആ എക്സ്പാൻഡ് ചെയ്യുന്ന അവസ്ഥ അനുഭവിക്കണം. ഫുഡ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണ് നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ അതിനെ. അതെ, ആ ഭക്ഷണത്തിനോടുള്ള താല്പര്യം വരുമ്പോൾ ശരീരം ആകർഷിക്കും. ഈ ആകർഷണ ശക്തിക്ക് വിധേയമായിട്ട് കഴിക്കണം. അപ്പോഴാണ് ആ ഭക്ഷണം ദഹിക്കുന്നത്. ആ ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ നട്ടെല്ല് നിവരത്തില്ല. ഭക്ഷണം ദഹിച്ചാലേ നട്ടെല്ല് നിവരത്തുള്ളൂ. ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് പകരം ദഹനത്തിന് തന്നെ പയ്യാവേലിയാണ്. നിവർന്ന് വരുമ്പോൾ എന്തൊരു ആമാശയം പൊന്തി അല്ലേ, ചെറുകുടൽ സജീവമായി. വൻകുടലില്ല, വൻകുടൽ ഇങ്ങനെയാണ് ഇരിക്കണത്, ഇങ്ങനെയാണ് വൻകുടൽ ഇരിക്കണ ഉള്ളിൽ അല്ലേ. ഇത് വളഞ്ഞാണ്ടിരിക്കണമെങ്കിൽ തീർന്നില്ല, അവിടെ തന്നെ പോയി. മനസ്സിലായി? അതിന് ഭാരമായി. ദഹനം ശരിയായില്ലെങ്കിലും ദഹനമാണ് ആദ്യം ശരിയാകേണ്ടത്. ദഹനം ശരിയായിക്കുമ്പോൾ നമ്മൾ ഉണരുന്നത്. ഉണർക്കെ തെളിഞ്ഞ് വരുന്നു. ഈ തെളിച്ചു വന്നാൽ വെളിച്ചം തെളിയും തോറും ആഹാ. സാവകാശം ഈ പറയുന്ന പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറുപ്പം മുതൽ തലമുറകളായിട്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഭവം നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാണ്. കണ്ടീഷനിങ്. അതെ, സാവകാശം വർക്ക് ചെയ്ത് എന്തിനാണ് വർക്ക് ചെയ്യണത്? വർക്ക് ചെയ്യുന്നത് നമ്മുടെ മൂവ്മെൻറ്റ്സുമായിട്ട് നമ്മൾ കണക്റ്റ് ആകാനാണ്. നമ്മുടെ ശ്രദ്ധ ചലനവുമായിട്ട്. അത് ചലിപ്പിക്കുന്നതിലാണ് കംപ്ലീറ്റ് ചലനങ്ങളാണ്. നമ്മൾ ചലിപ്പിക്കും. ചന്ദ്രൻ നമ്മളെ ചലിപ്പിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. ചന്ദ്രൻ നമ്മളെ ചലിപ്പിക്കുന്നു, പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല. അല്ലെങ്കിൽ ചലനവുമായിട്ട് ബന്ധമില്ല. ഈ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ആള് ഫുള്ള് ടയേർഡാ, പക്ഷെ ബോധത്തിനെ പറ്റി കോൺഷ്യസിന്റെ എല്ലാ സ്റ്റേജും അറിയുന്ന ആൾക്കാരാ. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ലൈവിൽ എന്താ സംഭവിക്കുന്നത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ സംബന്ധിച്ചാൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു 2000-3000 ദിവസങ്ങൾക്ക് മുമ്പുള്ള അനുഭവം ഇന്നത്തെ അനുഭവം തമ്മിൽ എനിക്ക് അന്തരം ശരിക്കും കാണാം. കാരണം ഞാൻ കാട്ടിലും അങ്ങനെയൊന്നും ഒളിച്ചും പാത്തും പോയതല്ല. എല്ലാവരും മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെ ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം ഞാൻ വിട്ടുകൊടുത്തില്ല. ഒരു പുസ്തകത്തെ വകവെക്കാൻ പോയില്ല, ഒരു ഗുരുക്കന്മാരെയും വകവെച്ചില്ല, അംഗീകരിച്ചില്ല. എൻ്റെ അനുഭവം എൻ്റെ തെളിച്ചം. ആരും പറഞ്ഞതല്ല സത്യം, എൻ്റെ സത്യം എൻ്റെ സത്യമാണ്. അതിനകത്തും കൃത്യമായിട്ട് നിന്നു. എല്ലാ പ്രതിസന്ധി കൃത്യമായിട്ട് എന്തുകൊണ്ട് വരുന്നു? ഞാൻ തന്നെ ആകർഷിച്ചിട്ടാണ് പ്രതിസന്ധിയിൽ വരുന്നത്. ആകർഷിക്കുന്ന ഭാവം ഒഴിവാക്കിയപ്പോൾ മനസ്സിലായി. നമ്മൾ ആകർഷിച്ചിട്ട് ആ പ്രശ്നങ്ങൾ നമുക്കുണ്ടാണ്. കാരണം ഈ ഒരു ആകർഷണ ശക്തിയാണ്, ഇത് മുഴുവൻ ആകർഷണമാണ്. അപ്പോൾ ആകർഷിക്കുന്ന ഭാഗത്തിന് ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. എൻ്റെ ഫോർമേഷൻ എൻ്റെ ഇൻഫോർമേഷനാക്കി, ഈ ഫോർമേഷൻ ഇൻഫോർമേഷനാക്കി. ഇത് ഓൾറെഡി ഒരു ഫോർമേഷനല്ലേ. ഈ ഫോർമേഷൻ ഇൻഫോർമേഷനാക്കിയപ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് നിന്നാൽ മതി, വേറെ അറിവൊന്നും എടുക്കണ്ട. ഇതാണ് ഞാൻ തന്നെയാണ് എൻ്റെ അറിവ്. വലിയ പറയുന്ന അഹങ്കാരമാണ്. അത് ഇച്ചിരി അഹങ്കാരമാണ്, നല്ല അഹങ്കാരമാണ്. എൻ്റെ അഹങ്കാരത്തെ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ അഹങ്കരിക്കാൻ എൻ്റെ ഉള്ളിലുള്ളതല്ലേ അഹങ്കരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്തതിന് എനിക്ക് അഹങ്കരിക്കാൻ പറ്റുകയില്ല. ഉള്ളിലുള്ളത് വെച്ച് അഹങ്കാരം എന്നാരെങ്കിലും പറഞ്ഞാൽ അല്ലെന്നേ. അഹങ്കാരം എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ചേച്ചി നമ്മൾ കൊടുക്കുന്ന ടേമല്ലേ ഇത് അഹങ്കാരമാണെന്ന്. അല്ല, അടുത്ത ആള് വിചാരിക്കണ ആ ഒരു ആംഗിളിൽ വരാത്തോണ്ട് അവർക്ക് തോന്നുകയാണ് ഇത് അഹങ്കാരാണെന്ന്. കാരണം ഇതൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ നിൽക്കില്ലേ. ഞാൻ സൂസനെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നതാണ് എന്റെ അഹങ്കാരം. ഞാൻ സൂസനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ തോന്നിയാണ് സൂസനാഹങ്കാരി. പറ്റുന്നില്ലല്ലോ നിയന്ത്രിക്കാൻ. മറ്റൊരാൾക്ക് തോന്നിയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് തോന്നിയത് ഞാൻ അയാളെ കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ ആരെയും കൺട്രോൾ ചെയ്യുന്നില്ല. മനസ്സിലായി?
അവർക്ക് തോന്നുകയും നമ്മൾ അവരെ കൺട്രോൾ ചെയ്യണം. അതിനകത്തുനിന്ന് കാരണം എല്ലാവരും പരസ്പരം കൺട്രോൾഡ് ആയിപ്പോയി. ശക്തിയുടെ കുറവാണ്. അതെ ശക്തി കൂടുമ്പോ അതെ ശക്തി കുറയുമ്പോ അതെ ശക്തി എന്താണ്? നാച്ചുറലി അങ്ങനെയാണ് ഇവിടെ വെച്ചേക്കണത്. ചേച്ചി ശക്തി എന്താണ്? ശക്തി അല്ല, ഇപ്പൊ കേൾക്കുന്നവർ വിചാരിക്കും ആരും ഭയങ്കര വലിയ മൊത്തം അനിയത്തി മോളെ. അതെ അതായത് ഈ ശക്തി എന്ന് പറയുന്നത് നമ്മളെ തെളിച്ചത്തിൽ അനുഭവിക്കുന്നിടത്താണ് ശക്തി വരുന്നത്. ശക്തിയുടെ ഫോം അറിയണം. നമുക്ക് ശാന്തമായിട്ടിരിക്കും. അതായത് അതായത് നമ്മളെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ അനുഭവത്തിൽ തുടരുന്നു. അനുഭവത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ അത് ശക്തിയാണ്. ആ അനുഭവത്തിൽ ആഹാ ഇത് ഇങ്ങനെയാണ്, ആഹാ അത് മാറത്തില്ല, അതിൽ മാറ്റമില്ല. ആ അനുഭവത്തിൽ ഞാൻ തെളിഞ്ഞ് ഞാൻ എന്നെ അനുഭവിക്കുന്നു. ആ അനുഭവത്തിൽ തുടരുമ്പോൾ അത് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് റിയൽ ശക്തി. കാരണം അതിന് പിന്നെ ആർക്കും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ശക്തിയല്ല. പക്ഷെ ഡിസ്റ്റർബ് ചെയ്യാതെ ആഹാ ഈ അനുഭവത്തിൽ ഇങ്ങനെ തുടരുന്നു. മനസ്സിലായി? നേരത്തേക്കൊക്കെ എൻ്റെ മേത്ത് വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുമായിരുന്നു. ഞാൻ ഇന്നലെ സത്യത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം അവൻ എന്തൊക്കെ കാണിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുന്നില്ല. മനസ്സിലാവും? ഓക്കെ അവൻ കാണിക്കുന്നു. അങ്ങനെ ഡിസ്റ്റർബ്ഡ് വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഒരാളെയും കൂടി വെറുതെ ബ്ലെയിം ചെയ്യാനല്ല. ഇതിങ്ങനെ കൂടായിട്ട് പോവുകയാണ്. കാരണം ഞാൻ ഇന്നലെ അത്രയും റിയലൈസ് ചെയ്തത്. കാരണം അവൻ അങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ വളരെ അവനങ്ങനെ വലിക്കണം ഇങ്ങനെ വലിക്കണം. അപ്പോഴൊക്കെ ഞാൻ വളരെ കൂളായിട്ട് നാച്ചുറലി ഇരിക്കുകയാണ് അങ്ങനെ. അപ്പോഴാണ് ഞാൻ ആഹാ സംഭവം കൊള്ളാം. ഒരു സ്റ്റേജ് കൂടി അതെ അതെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ സഹകരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം എവ്രി വൺ ഈസ് ഹാവിംഗ് ദി സെയിം കപ്പാസിറ്റി. അപ്പൊ തന്നെ നോക്കെ ബോധം എത്രത്തോളം ഉണരുന്നു അത്രത്തോളം ഇവിടെ ടാസ്കും ഉണ്ട്, പരീക്ഷണമുണ്ട്. പരീക്ഷണം എന്ന് പറയാൻ പറ്റില്ല, അത് ഗെയിമായിട്ട് എടുത്താൽ മതി. അത് നമ്മൾ ഗെയിം കളിക്കുമ്പോ ഫസ്റ്റ് ലെവലിലെ ഗെയിം അല്ലല്ലോ 30 ലെവലിൽ കളിക്കുന്നത്. ആ വ്യത്യാസമാണ്. അപ്പൊ വെദർ ആ പേഷ്യൻസ് ഇസ് നാച്ചുറൽ. പക്ഷെ ഇപ്പൊ പേഷ്യന്റ് ഇല്ല മനുഷ്യന്. ആ പേഷ്യൻസ് ലേൺ ചെയ്യാതെ അറിയുന്നില്ല. ഇപ്പൊ പേഷ്യൻസ് സത്യത്തിൽ നാച്ചുറൽ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ABC ഒക്കെ വന്നപ്പോ ഇത് അൺനാച്ചുറൽ ആയിപ്പോയി. പേഷ്യൻസിനെ കുറിച്ചൊന്നും അറിയാതായി. അതാണ് ഈ മായ. പക്ഷെ ഈ മായ വെറും നടലാണ്. മൈൻഡ് മുകളിൽ ഒരു മഹാമായ ഉണ്ട്. അത് ഇതിനോട് ഞാൻ പറഞ്ഞില്ലേ, സമരസപ്പെടാൻ മാത്രമേ നമുക്ക്, അതിനാണ് ഇവിടെ വന്നത്. എന്നിട്ട് കളിക്കാം. അതിനാണ് ഇവിടെ വന്നത്. അതിനാണ് ഇവിടെ വന്നത്. നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞു പ്രസന്റിൽ പ്രസൻസ് അതും ഇല്യൂഷൻ തന്നെ. ഐ കാണ്ട് ഗോ ടു പാസ്റ്റ്, ഐ കാണ്ട് ഗോ ടു ഫ്യൂച്ചർ. ഇവിടെ എന്ന് പറഞ്ഞാലും ഞാൻ ഈ പറയണത് പോലെ നിങ്ങൾക്ക് പാസ്റ്റ് ആണ് അല്ലേ? ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പാസ്റ്റ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് പക്ക സിമ്പിൾ ആണ്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയത് ABCD ആണ്. പക്ഷെ ABCD വേണം. ABCD ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത് സിമ്പിൾ ആണെന്ന് ഇപ്പൊ മനസ്സിലാക്കിയത്. അല്ലാതെ ABCD ഇവിടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി രാത്രി ഇവിടെ ഇല്ലെങ്കിൽ പകലിന് എന്ത് ഭംഗി. അല്ല അങ്ങനെയല്ല രാത്രി ഇവിടെ വേണം. രാത്രി അനുഭവിക്കുമ്പോഴല്ലേ പകല് പ്രഭാതമൊക്കെ കാണുമ്പോ ഒരു അപ്പൊ എന്താണ് നമ്മൾ ന്യൂനെസ്സിനെ കാണുകയും. ഇത് ന്യൂ ആണ്. എപ്പോ പുതിയത് വന്നോ അപകടം വന്നു. നമുക്ക് പുതിയതും ഇല്ല പഴയതും ഇല്ല. പുതിയതുണ്ടെങ്കിൽ പഴയതാവും. പുതിയതുണ്ടെങ്കിൽ പഴയതാവും. അതെ, പുതിയതുണ്ടെങ്കിലേ പഴയതാകത്തുള്ളൂ. പുതിയതൊന്നും ഇല്ലെങ്കിൽ രാത്രിയും പകലും നമ്മുടെ വ്യത്യാസമില്ല. രാത്രിയും ഈ വ്യത്യാസത്തെ കണ്ടിട്ടാണ് നമ്മൾ വി ആർ ക്രിയേറ്റീവ്. ഓ ഞാൻ അത് ഡയമണ്ട് കണ്ടു, ഓ വ്യത്യാസം, അത് കണ്ടു, ഇത് കണ്ടു. ഇതാരാ കണ്ടത്? ഈ കണ്ട ആൾ ഇതെല്ലാം അറിയാവുന്ന ആളാണ്. ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് കാണുകയെന്ന് പറഞ്ഞത് ഈ കണ്ട ആൾക്ക് ഇതെല്ലാം സർവ്വകാര്യങ്ങളും അറിയാവുന്ന ആളാണ്. ഇവിടെയുള്ള സർവ്വകാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ തന്നെയാണ് ആ ഡയമണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിച്ച് നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്നത്. അതായത് സംസാരിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല, ന്യൂ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ന്യൂ കൊണ്ടുവരുന്ന ആരാണ്? ന്യൂ കൊണ്ടുവരുന്ന നമ്മളിൽ തന്നെയുള്ള നമ്മുടെ അറിവില്ലായ്മയും. നമ്മളിൽ നമ്മൾ പ്രോപ്പറായിട്ട് എൻഗേജ്ഡ് അല്ല. നമ്മളിൽ എൻഗേജ്ഡ് ആണെങ്കിൽ ഇവിടെ പുതിയതൊന്നുമില്ല.
നമ്മള് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയുന്ന പോലെ. അതെ അതെ, ആക്സിഡന്റ് ഇല്ലല്ല, കാരണം നമ്മളെവിടെയോ മിസ്സായി നമ്മുടെ ശ്രദ്ധ. സോ ദാറ്റ്സ് വാട്ട് വി കോൾഡ് ഓ സഡൻലി ഇറ്റ്സ് ഹാപ്പൻഡ് ടു മീ. അല്ലെങ്കിൽ അവിടെ ഇല്ലല്ല, ആക്സിഡന്റ് ഇല്ല, വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ ഫുൾ ടൈം. ആക്സിഡന്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുന്നത് കാണാൻ നമുക്ക്. വണ്ടി മുട്ടി ചാകാൻ പോകുന്നു, ഓക്കെ, ആ വണ്ടി മുട്ടി ചാകാനുള്ള ആളുടെ ബോഡി ഇതിനോട്ട് പ്രിപ്പയർ ആയി ഇയാൾ ചെന്ന് വണ്ടിയുടെ മുമ്പിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ചെന്ന് നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്ന വണ്ടിയുടെ മുമ്പിൽ, വീഴുമ്പോഴും കാണാം. അതെ, അല്ലാണ്ട് ആക്സിഡന്റ് അല്ല. ഇയാൾ തന്നെത്താൻ സ്വയം ഇയാളുടെ ശ്രദ്ധയൊക്കെ ഒഴിവാക്കി സാവകാശം കുറച്ച് റോഡിൽ ചെന്ന് ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഇയാൾ റോഡിൽ കയറുകയാണ്, വണ്ടി തട്ടുകയാണ്. അതിൽ ഒരിക്കലും ആക്സിഡന്റ് ഇല്ല. അതെ, ഈ അവയർനെസ് ഇല്ലാത്ത ഒരാളാണ് അത് ആക്സിഡന്റ് ആയിട്ട് അത് പറയുന്നത്. നീ എന്തെന്നാ പറയുന്നത്, വണ്ടിയുടെ ആ സമയത്ത് ആക്സിൽ പൊട്ടിപ്പോയി, മനസ്സിലായ, വണ്ടിയുടെ ആക്സിൽ അപ്പൊ പൊട്ടിയതല്ലേ, ഇത് ആരറിയും? അതായത് ഈ വണ്ടി കൊണ്ടു നടക്കുന്ന ആൾ ഈ വണ്ടിയുടെ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗമുണ്ട്, കൃത്യമായിട്ട് അയാൾ ആക്സിൽ കംപ്ലൈന്റ് ആണ്, ആ വണ്ടി അയാൾ എടുക്കത്തില്ല. അത്രയും അവയർനെസ് ആണ് നമ്മൾ. ആ വണ്ടിയുടെ ആക്സിൽ ഒടിയാറായി, മനസ്സിലായ, ഇത് ബോഡി പറയും നമ്മളോട്. അത്രയും അവയർനെസ് ഉണ്ട് നമുക്ക്. അതാണ് മനുഷ്യൻ. അതെ, അല്ലാതെ ബ്ലൂബെറി കഴിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ബോഡിയല്ല. കേട്ടല്ലോ, അതായത് ചില ഫുഡ് നമ്മളോട് എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് ക്രേവിങ്സ്, ഓ അതിനെ ഫ്രൂട്ട് കഴിക്കാൻ തോന്നും. സോ വി ഗോ ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എനിക്ക് വേറെ ഭക്ഷണം വേണ്ട. അത് തന്നെ എടുക്കണം, അത് തന്നെ എടുക്കണം, അത് തന്നെ എടുക്കണം, അത് തന്നെ എടുക്കണം. അപ്പൊ ഇന്നത് ഇറച്ചി കഴിക്കണം എന്ന് പറയുമ്പോ ഇറച്ചി തന്നെ കഴിക്കണം, കഴിക്കണം, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഇത് മരിക്കുമ്പോഴുണ്ടാവുന്ന സഫറിങ് ഓരോ കോശത്തിലും ഉണ്ട്. നിങ്ങളോട് കഴിക്കാൻ പറയുമ്പോ ആ സഫറിങ്സ് കൂടെ ഏറ്റെടുക്കും. അതെ അതെ അതെ, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആവണം എന്നുള്ളതായിരിക്കും. അല്ല, അപ്പൊ ഈ ഒരു അറിവ് ഉള്ളത് കൊണ്ട് ഇത് കഴിക്കാൻ പറയോ? കാരണം ഇത് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഒരു സംഭവം കേറിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു അറിവ് എനിക്കുണ്ട്, ഇതിന്റെ കോശത്തിൽ ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. അത് അതിന് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഡിഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. എനിക്കിപ്പോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ കഴിക്കാൻ നോക്കി, ഐ എം ഓട്ടോമാറ്റിക്കലി വൊമിറ്റിംഗ്. എനിക്ക് എന്റെ എല്ല് കാണുമ്പോ തന്നെ എന്റെ ശരീരം അതിനോട് പ്രതികരിക്കുന്ന ആ രീതിയിലാണ്. നോ നീഡ് ഇറ്റ്. എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ജനിച്ചത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയില്ല. സോ അപ്പൊ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് വ്യക്തിയായിട്ട് നിർത്തിയതാണ്. എന്റെ മുമ്പിൽ നിങ്ങൾ എത്ര ഡെലീഷ്യസ് ആണ് പറഞ്ഞാലും ഐ ഫെൽറ്റ് അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അതെ, ഇപ്പൊ ഞാൻ നന്നായിട്ട് മദ്യം കുടിച്ചിരുന്ന ആളാണ്. എനിക്കിപ്പോ മദ്യം തലയെ കൂടി വെച്ചാലും ഉള്ളിലോട്ട് പോകുകയില്ല, എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് തൊടാൻ പറ്റത്തില്ല. ഞാൻ ഒഴിവാക്കിയതല്ല, ആ മദ്യം എന്നെ ഒഴിവാക്കിയതാ. മനസ്സിലായി, എനിക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല, മനസ്സിലായി. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയല്ല, പുകവലി എങ്ങനെ നിന്നെന്ന് എന്റെ മെമ്മറിയിൽ പോലും ഇല്ല. മനസ്സിലായി, അത് എന്നിങ്ങനെ കാലിച്ചിട്ട് ഞാൻ പുകവലിച്ചിരുന്ന ആളാണല്ല. പക്ഷെ എങ്ങനെ നിർത്തി എന്നൊരു ഒരു പിടുത്തം എനിക്കില്ല. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ആക്സിഡന്റ് പോലെ തന്നെയാണ്. ഈ ആക്സിഡന്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ, ആ ആക്സിഡന്റ് തന്നെയാണ് ഈ പുകവലിപ്പിക്കുന്നത്. എന്തോ ഒന്ന് ഫ്രീ ആവാന്ന് മൈൻഡ് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഈ ആക്ഷൻ ചെയ്യുമ്പോ ഒന്നും ഫ്രീ ആവുന്നില്ല. നിങ്ങൾ ഈ ആക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, അതാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ തോന്നിയത്. പക്ഷെ അതിൽ സന്തോഷമില്ലാന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാൽ പിന്നെ അത് കാണുമ്പോഴും സന്തോഷിക്കാൻ തോന്നില്ല. ഈ ആക്ഷൻ, നമ്മളിവിടെ കർമ്മമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വേറെ എന്തോ സ്ട്രെസ്സിന്റെ സമയത്ത് ഈ കർമ്മം നിങ്ങൾക്ക് ഒരു പ്ലേഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. തമാശ, പ്ലേഫുൾ മീൻസ് ഒരു കളിയായിട്ട് തോന്നി. ഹാപ്പിനെസ്, അത് ഹാപ്പിനെസിന്റെ ഒരു ഫ്രാക്ഷൻ തരുന്നു. സോ യു ബിക്കം എ ശീലമായി. നേരത്തെ പറഞ്ഞ കണ്ടീഷനിങ് പറഞ്ഞില്ലേ, ആ ശീലത്തിലേക്ക് വന്നു. ശീലം നമ്മൾ നമ്മുടെ ബോധപൂർവ്വം മാറ്റിയാൽ മാത്രമേ ശീലം മാറുള്ളൂ, അല്ലെങ്കിൽ മാറില്ല. ശീലം അവിടെ തന്നെ കിടക്കും, സംസ്കാരമായി മാറി. എന്റെ സംസ്കാരം ഇയാളുടെ സംസ്കാരം അങ്ങനെയാണ്. എന്താണ് അവളുടെ സംസ്കാരം? അവളുടെ ശീലങ്ങളാണ്. നല്ല സംസ്കാരമാണ് എന്ന് പറയും. അതെന്താ നല്ല സംസ്കാരമായത്? അയാള് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്ത സംസ്കാരമാണ്, മറ്റേത് അബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്ത സംസ്കാരമാണ്. അതാണ് നമ്മൾ പൊട്ടാന്ന് പറയുന്നത്, എന്ന് പറയും. പക്ഷെ മറ്റേ നമ്മുടെ മനസ്സിൽ നല്ലത് എന്ന് തോന്നിപ്പിക്കുന്നത് എന്താണ്? അയാൾ കോൺഷ്യസ്ലി എന്ത് ചെയ്താലും നന്നായിരിക്കും. നല്ലതെന്ന് ദൈവം കാണും. അതാണ് ദൈവം എന്നാണ് ഞാൻ തന്നെ. ഞാൻ നല്ലതെന്ന് എപ്പോഴാണ് കാണുന്നത്? ഞാൻ ബോധപൂർവ്വം ഇരിക്കുമ്പോ. ഞാൻ അബോധാവസ്ഥ ഇരുന്നാൽ എനിക്ക് നല്ലതായിട്ടൊന്നും കാണാൻ പറ്റില്ല, എല്ലാം ചെളി. അല്ലെങ്കിൽ ആ ചെളി പോലും ബോധത്തിലിരിക്കുമ്പോ ആ ചെളി പോലും എന്ത് നന്നായിരിക്കുന്നു, ആ ചെടി എങ്ങനെ ഉണ്ടായി, അങ്ങനെ ചിന്തിക്കും അല്ലേ?
മിനറൽസിനെയൊക്കെ എടുത്തെടുത്ത് ചെളി വരുത്തിയാൽ അതിൽ നിന്ന് ഹീലാവും എന്ന് പറയും. പക്ഷെ അല്ലാതെ ഒരാൾ ചെളി കണ്ടാലോ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ബോധമില്ല, അബോധത്തിലാണ്, അൺകോൺഷ്യസിലാണ്. ഓരോ മൊമെന്റിലും ബോധം ഇങ്ങനെ വർക്ക് ചെയ്താൽ നല്ല രസമാണ്. അതിലേക്ക് വരാന്നുള്ളതാണ് ടാസ്ക്. അതിനാ വല വന്നത്. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുമാങ്ങ കണ്ടാലും പഴുത്തമാങ്ങ കണ്ടാലും ഉപ്പുമാങ്ങയായിട്ട് ഇരിക്കട്ടെ. അത് ആസ്വദിക്കില്ല. ലബ്ധം ഉപ്പുമാങ്ങ ഇവിടെ ആവശ്യമാണ്. എന്നാലാണ് പഴുത്തമാങ്ങയുടെ ഭംഗി നിങ്ങൾ അറിയുള്ളൂ. അവിടെ അങ്ങനെ പറയൂ. കാരണം അങ്ങനെ പറയുമ്പോ എന്താ വെച്ചാല് വീണ്ടും അവിടെ വിഷമം, സങ്കടം, സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള പാറ്റേൺ ആണ്. പിന്നെയും പാറ്റേൺ ആണ്, പിന്നെയും സംസ്കാരമാണ്. പക്ഷെ നമ്മളിലുള്ള ഹാപ്പനിങ് എന്ന് പറയുമ്പോ അത് ഫുൾ സ്ട്രെയിറ്റ് ലൈനാ. ഞാൻ പറയുന്നത് നമ്മൾ അതും ഇമാജിൻ ചെയ്യണ്ട. ലബ്ധം ഇപ്പൊ അത് കർവ് ലൈൻ ആണെങ്കിൽ എന്താ കുഴപ്പം? അല്ല അതെ, ആ കർവ് ലൈൻ ആണെങ്കിൽ എന്താ കുഴപ്പം എന്നുള്ളത് വീണ്ടും നമ്മളെന്താ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞല്ല, ഈ ആക്സിഡന്റ് എന്തുകൊണ്ട് ഉണ്ടായെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കോൺസിക്വൻസിന്റെ ഭാഗത്ത് പെടുന്നത്. ദർ ഇസ് എ സീക്വൻസ്, ദർ ഇസ് എ പ്രോപ്പർ സീക്വൻസ്. അപ്പൊ ആ സീക്വൻസുമായിട്ടാണ് നമുക്ക് കണക്ഷൻ എങ്കിൽ why you want to create accident? അതാണ് അബോധാവസ്ഥയിൽ ആൾക്ക് ആക്സിഡന്റ് ഉണ്ടാവും. ഡെഫിനറ്റ് അതാണല്ലേ അബോധാവസ്ഥ എന്ന് പറയുന്നത് itself is an accident. അതാണ് ആക്സിഡന്റ് പെട്ടോണ്ടിരിക്കണം. അയാൾ അറിയുന്നില്ല. സ്മോക്ക് ചെയ്യുമ്പോ അയാളുടെ ഇൻസൈഡിൽ എന്താ സംഭവിക്കണം? എഗെയിൻസ്റ്റ് ടീമായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സ്മോക്കാണ് ഉള്ളിൽ മൈക്രോ കാർബൺ പോയിക്കൊണ്ടിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡോ സംതിങ് ലൈക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അത് ആക്സിഡന്റ് ആണ്. But he not realizing it. Yes, exactly. He's just a concentration full playലാണ്. And he's okay with it. ചെയ്യുന്നുണ്ട്. ബട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവരത് സഫർ ചെയ്യുമോ? അതെ, ആ സംസ്കാരത്തെ മാറ്റാൻ അവർക്ക് പറ്റണില്ല. എന്തുകൊണ്ടാണ്? ഈ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അത് എസ്റ്റാബ്ലിഷ്ഡ് ആവുമ്പോൾ എന്തായി? റിയലൈസ്ഡ് ആയി, ഐ ഡോണ്ട് ഹാവ് ടു ഡു നത്തിങ് എന്നുള്ള ഭാഗത്തേക്ക് വന്ന് അവിടെ നിന്ന് പിന്നെ ആ പ്രോപ്പർ അലൈൻമെന്റ്, അവിടെ നിന്ന് പിന്നെ ഒന്നുമില്ല. പിന്നെ ഓക്കെ ഇതാണ് അറിയില്ല. അവരൊക്കെ ഓൾറെഡി ആ കണക്ഷൻ പെർഫെക്റ്റ് ആണ്. നമ്മൾ എന്തുകൊണ്ടാ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും ആ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ പൊസസീവ്നെസ്സിൽ പെട്ടുപോകുന്നത്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഒരു പ്രോപ്പർ അസോസിയേഷൻ ഇല്ല. ആ പ്രോപ്പർ അസോസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ഓപ്പൺ ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ റിപ്പയർ ചെയ്യും. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഓക്കെ, ഐ വോണ്ട് ടു ചേഞ്ച് സൂസൻ ഫോർ മൈ വെൽബീങ്. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. That person is not satisfied himself. Exactly. അത്രേ ഉള്ളൂ. അവര് ഞാനിപ്പോ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആരെ എങ്ങനെ ഇരുന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഐ ആം ഓക്കേ വിത്ത് ദാറ്റ്. ഞാൻ സാറ്റിസ്ഫൈഡ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ലൈഫിന്റെ അലൈൻമെന്റിനാണ്. അവിടെ അതാണല്ലോ ഇൻഡിപെൻഡൻസ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എക്സാക്ട്ലി. അതെ. അല്ലെങ്കിൽ എന്താ വീണ്ടും നല്ല ജോലി, നല്ല ഉദ്യോഗം, ഐ വാണ്ട് ടു ബി മൈ ഇൻഡിപെൻഡന്റ് എന്നുള്ള ഭാഗത്തേക്ക് പോയിട്ട് പിന്നെയും ഈ സോഷ്യലായിട്ട് ഉണ്ടാക്കി തന്നെ കാരണം പള്ളിയിലുള്ള പോലെ തന്നെയാണല്ലോ ബീവറേജ് ഉള്ളത്. രണ്ടിലും പോണവനും ആശ്വാസം കിട്ടാനാണല്ലോ. ബട്ട് ഫോർ സൊസൈറ്റി ഇതാണ് നല്ലത്, ഇതാണ് മോശം. പക്ഷെ രണ്ടിലും ആൾക്കാർ പോകുന്നുണ്ട്. അതെ, രണ്ടും മോശമാണ്. കാരണം അവരവരോട് താല്പര്യം ഇല്ലാത്തോണ്ടാണല്ലോ. ബിവറേജ് പോണേക്കാളും മാനസിക ആരോഗ്യ കുറവുള്ളത് പള്ളിയിൽ പോകണം. മറ്റവര് മാനസികപരം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ബിവറേജ് പോണവര് കുടിച്ചു കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റാള് കൂട്ടിക്കൊണ്ടിരിക്കും. എന്താണ് ഓൾറെഡി അത് എന്തോ ചെയ്യുമ്പോ എന്താണ് പള്ളി പോകുമ്പോ അമ്പലത്തിൽ പോകുമ്പോ ഞാൻ അവിടെ പോയി എന്തോ ചെയ്തു എന്ന് ഞാൻ എന്നെ തന്നെ വരുത്തി തീർക്കാണ്. അത് ചെയ്തപ്പോ ഞാൻ ഹാപ്പിയായി എന്ന് ചിന്തിക്കുകയാണ്. എഫേർട്ട് എടുത്ത് ഞാൻ ഹാപ്പി ആവും എന്ന് ചിന്തിക്കുകയാണ്. ആ എഫേർട്ടിൽ അടുത്ത ആള് പോയില്ലെങ്കിൽ കംപ്ലീറ്റ് എഫേർട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. നീ എന്താ എന്നിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ചെയ്ത എഫേർട്ട് ശരിയാണ് അല്ലാന്ന് എന്റെ ബോധം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു പ്രശ്നം വരും. എന്താ ഇയാള് പള്ളി പോകാത്ത? എന്താ ഇയാള് പള്ളി പോകാത്ത? അപ്പൊ എന്റെ ബോധം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നുകൂടെ ആക്കി തരാൻ നോക്കാണ്. ഇനി ഇയാളെ ബുദ്ധി മുട്ടിപ്പിച്ച് പള്ളി വിട്ട് അയാള് പോയി വന്നാ ഞാൻ ഓക്കെ ആയി. യൂണിഫോം ഇടുന്നെന്ന് ഈ ബുദ്ധി ഇല്ലാത്ത ബോധം പറഞ്ഞു. ബോധമല്ല, ബുദ്ധി ഇല്ലാത്ത ഈ ശരീരം മനസ്സ് കിടക്കുന്ന ആള് പറഞ്ഞോണ്ടിരിക്കും. കുടുങ്ങി കിടക്കുന്ന ആള്. ആ ഇൻസെക്യൂരിറ്റി ഓൾറെഡി അവിടെ അവർ ഫീൽ ചെയ്ത്. കാരണം ഇപ്പൊ ഇവരോട് ഒരു ചോദിച്ച്
എന്താ നീ ഇങ്ങനെ വെറുതെ നടക്കണ്, നിനക്ക് തോന്നിയ പോലെ നടക്കണ്, എന്തൊക്കെ പറയാനുള്ള, അപ്പൊ നിനക്ക് പേടിയൊന്നുമില്ല അഥവാ തട്ടിപ്പോവോ, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം കൊണ്ട് നടക്കണ്, മനസ്സിലായ? എന്നിട്ട് പറഞ്ഞ എക്സാമ്പിള് ആ മരം നോക്ക്, ആ മരം അവിടെ ഒറ്റ നിൽക്കല്ലേ, ആ മരത്തിന് എന്തെങ്കിലും പേടിയുണ്ടോ? അത് സത്യല്ലേ? അതുപോലെ തന്നെയല്ലേ നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒന്നും നമ്മളെ കയ്യിലില്ലല്ല, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ബാഗില് കുട്ടിന്റെ ബാഗിൽ ചോക്ലേറ്റ് ഉണ്ടാ? ആ നിയാസിന്റെ ആണെങ്കിൽ അവൻ അങ്ങനെ തന്നെ സ്വീറ്റ് ആണല്ലോ, അതുകൊണ്ട് ഓൻ ഫോൺ വിളിയില്ല, ഓൻ ബിസിനസ്സാ. ഞാൻ രാത്രിക്ക് എന്നെ പേടിപ്പിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞില്ലേ. മറ്റേ ഓരൊക്കെ ഉറക്കത്തിലൊക്കെ ഫുൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരല്ലേ, എന്നെപ്പം പറഞ്ഞ് കിടന്നുറങ്ങണമെന്ന്. ദിവസം കിട്ടില്ല ഉറക്കം ഉറങ്ങി അതാണ് വേണ്ടത്. ആ ഒരു പെർഫെക്റ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അതെ അതെ, ഞാൻ ഉറങ്ങും, പെട്ടെന്ന് ഉറങ്ങും, എന്താ അറിയില്ല. അല്ല അതാണ് വേണ്ടത്, പെട്ടെന്ന് ഉറങ്ങണം. ആൾക്കാർക്ക് ഉറക്കില്ലാത്തതാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും പ്രോബ്ലം. ഇതെന്താ പൊടി പിടിച്ചതല്ല, ഇതിന്റെ ഡിസൈൻ അങ്ങനല്ലേ? ഞാൻ പൊടി പിടിച്ചിട്ടുണ്ട്, നമ്മള് കാട്ടിലേക്ക് പോയില്ലേ. ഏത് ഈ വെള്ളപ്പുള്ളിയാ? വെള്ളപ്പുള്ളി പൊടിയല്ലേ, പൊടി ഉണ്ടാവും, ചെടിയൊക്കെ ഉണ്ട്. അല്ല അത് വിഷയമല്ല, ഒന്ന് ബോധത്തോടെ കണ്ടാ മിനറൽസ് കണ്ടാ മതി. ചോദിച്ചാ പറഞ്ഞ അതെ അതെ അതെ, അത്രയുള്ള കാര്യം. നമ്മൾ വെറുതെ ഇതിങ്ങനെ, ഇതാണ് നമ്മളെ മെയിൻ പരിപാടി. വണ്ടർഫുൾ ലിവിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഇരുന്ന് പൊട്ടത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ പറയണില്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് നമ്മളോട് ചെറിയൊരു കലിപ്പ്. എന്താ ഇങ്ങനെ ഇത് സമയം പോക്കിയിട്ട് ഈ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും. അതെ അതെ അതെ, എക്സാക്ട്ലി ആ വാക്കാ ഉപയോഗിക്കുന്നത്. നമുക്ക് പിന്നെ പറയാൻ കിട്ടാത്തോണ്ട് സാമൂഹിക അബദ്ധത. അതെ അതെ, അതൊന്ന് റെക്കോർഡിങ് നടത്തുമ്പോ ഒന്ന് ഇഷ്ടം നോക്കി. റോ പീസ് അതെ റെക്കോർഡിങ്. അതെ എഡിറ്റിങ് നമ്മള് ഡിസോൾവ് ചെയ്തോണ്ടിരിക്കുക, എഡിറ്റിങ് ഇല്ലാണ്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഈ ഭാഷ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഭാഷയല്ല, നമ്മളെ പഠിപ്പിച്ച ഭാഷയാണ്. പഠിപ്പിച്ചപ്പോ എന്ത് പറ്റി? നമ്മൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങി, ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയണം, മനസ്സിലായ? ശരിക്കും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലായ? പറയുമ്പോ ആള് കുഴഞ്ഞിരിക്കുക, പറഞ്ഞേ പറ്റുള്ളൂ. അതായത് ഞാൻ ഓക്കെ ആണെന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ വസ്ത്രങ്ങൾ മേടിക്കുന്നു, കാറ് മേടിക്കുന്നു. ഇതെല്ലാം ഐ ആം ഫൈൻ എന്ന് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആൻഡ് ഇതിനകത്ത് കാറ് മേടിച്ചുകൊണ്ടും ഇത് മേടിച്ചുകൊണ്ടൊന്നും ഐ ആം ഫൈൻ ആകുന്നില്ല. ഐ ആം മോർ പ്രോബ്ലംസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ. റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ സിമ്പിളാണ്. അത് സൈലൻസിലാണ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സംസാരിച്ചുകൊണ്ട് സൈലൻസ് പോകുന്നില്ല. അപ്പൊ ചില ആൾക്കാർ സൈലന്റ് ആയിട്ട് ഇരുന്ന് കളയും, ആരും മിണ്ടത്തില്ല. അത് സൈലൻസ് അല്ല. സൈലൻസ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ആ സൈലൻസിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ആ സൈലൻസ് പോകുന്നില്ല. ആ സൈലൻസ് നമ്മൾ ടച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് സംസാരത്തിന് ബ്യൂട്ടി ഉണ്ടാകത്തുള്ളൂ. സംസാരം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള മാറ്റം അത്രയേ ഉള്ളൂ, അതിന് വേറെ ഒന്നുമില്ല. സംസാരിക്കുന്നത് എന്തുമായിട്ടാണ്? സംസാരം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സായിട്ട് നിരന്തരം സംഭവിക്കുന്നതാണ്. ഈ ഇൻട്രാക്ഷൻ ചേഞ്ചസിന് പ്രോപ്പറായിട്ട് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഭാഗത്താണ് സംസാരം നിൽക്കുന്നത്. നമ്മൾ ചേഞ്ചസ് ഉണ്ടാക്കി ഇമിറ്റേറ്റ് ചെയ്ത് ചേഞ്ചസ് ഉണ്ടാക്കി ഫോഴ്സ് ചെയ്ത് മൈനസ് കൊണ്ട് സഫർ ചെയ്യും, സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോഴാണ് സൈലൻസ് ഇല്ലാതാണ്. അപ്പൊ സൈലൻസ് സൈലൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംസാരത്തിൽ ഒരു പ്രശ്നമില്ല. കാരണം എന്താണ് സൂസൻ പറയുന്നത്, എന്താണ്, എന്തുകൊണ്ട് സൂസൻ ഇങ്ങനെ പറയുന്നത്? കാരണം സൂസൻ ഒന്നെങ്കിലും ഒരു ഇമേജസ് കണ്ടിട്ട്, ഓക്കെ, ഇമേജസ് കണ്ടിട്ടിരുന്ന് സംസാരിക്കുന്ന ആൾക്ക് ഒട്ടും ഇമോഷണൽ ആകാണ്ട് എന്തും പറയാം. കാരണം ആൾ ഇമോഷണൽ ആകുന്നില്ല. കാരണം ഇമോഷണൽ ആകുന്ന വ്യക്തിയുമായിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. മറ്റൊരാൾക്ക് ഇമോഷൻ എന്താണെന്ന് അറിയത്തില്ല, ചേഞ്ച് എന്താണെന്ന് അറിയത്തില്ല. അയാൾ കംപ്ലീറ്റ് ഡ്രീമിൽ ഇരുന്നുകൊണ്ട് പറയണം, അങ്ങനെ ഇങ്ങനെ മറ്റേതാണ്, അതാണ്, ഇതാണ്, മറ്റേതാണ്. അയാൾ കുറേ കാര്യങ്ങൾ പറയും, പക്ഷെ ഒരു കഥയില്ല. കോൺഫിഡൻസ് ഭയങ്കര. ആ കോൺഫിഡൻസ് കംപ്ലീറ്റ് റെക്കോർഡഡ്. മറ്റേ കമ്പ്യൂട്ടറിനകത്ത് നിന്ന് കുറേ ഡേറ്റ ഇങ്ങനെ ഭൂമെന്ന് പറഞ്ഞ് അടിച്ചു വിടുന്നു. പക്ഷെ ഇമോഷണലായിട്ടിരിക്കുന്ന ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ സന്തോഷിച്ചിരിക്കുക. ആ സന്തോഷം അല്ലെങ്കിൽ ദുഃഖത്തിനൊരു കാരണമുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നിടത്താണ് ആ ഇൻട്രാക്ഷൻ്റെ റിക്വയർമെൻറ്റ്.
കാരണം മറ്റൊരാൾക്ക് ഒരു റിക്വയർമെന്റ് ഇല്ല. അയാൾ ഡ്രീം സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളാണ്. അയാൾ അങ്ങനെ പറയും. അയാൾക്ക് എത്ര നേരം വേണേലും എന്ത് വേണേലും പറയാം, ഒരു കഥയില്ല. പക്ഷെ ഒരു ബുദ്ധിമുട്ട്, ജീവിതത്തിൽ ഒരു ഭാരമുള്ള ഒരാൾ അയാളോട് സംസാരിക്കുമ്പോഴൊക്കെ അവിടെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ട്, പക്ഷെ അതവിടെ എക്സിക്യൂട്ട് ചെയ്യാം. അയാൾ ടച്ച് ചെയ്തൊരു ഭാഗം എവിടെയോ ഉണ്ട്. വിഷമിച്ചിരിക്കുകയാണ്. മനസ്സിലായി? ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ആ വിഷമം മാറുന്നിടത്ത് വരെ കഴിഞ്ഞു. നമ്മൾ ബാലൻസ്ഡ് ആയി രണ്ടുപേരും. ആ പാത്രത്തിലുള്ള ഈ പാത്രത്തിലുള്ള ഒരു ആ ഒരു ബാലൻസിലാക്കുന്ന ഭാഗം അവിടെയാണ് ലൈഫിന്റെ റിച്ച്നെസ്. അച്ഛൻ വിശ്വാസത്തിലുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അത് അറിയണില്ല. പഠിപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു കുട്ടിയെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന കുട്ടിയെ ഇരുത്തി പഠിപ്പിക്കുന്നു. ഈ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ ഒരു ബന്ധമില്ല. അതെ അതെ, ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യും. കുട്ടിയുടെ ലൈഫ് എക്സാക്ട്ലി. അവിടെ രണ്ടുപേരും സെൻസ് ചെയ്യുന്ന ഒരു ഭാഗമില്ല. ഇല്ല, കുട്ടിക്കും അധ്യാപനം തമ്മിൽ യാതൊരു ബന്ധമില്ല. കുട്ടിക്ക് ഒരു അധ്യാപകനല്ലല്ലോ, 7-8 അധ്യാപകനാണ്. അതെങ്ങനെ പോസിബിൾ ആവും? 7-8 പേര് പറഞ്ഞത് കേട്ട് ഒരാള് പറഞ്ഞതിന് ഇപ്പൊ ഇത്രയും വലുതായിട്ട് കേൾക്കുമ്പോ ഇങ്ങനെ കുഞ്ഞു കുട്ടിനെ 7 സബ്ജക്ട് 8-10 സബ്ജക്ട് ഒക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ 10 അധ്യാപകരല്ലേ? 10 പേര് ഇൻസ്ട്രക്ട് ചെയ്യാണ്, 10 പേരും 10 ഫോമിൽ ഇൻസ്ട്രക്ട് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കാൻ അത്രയും പൊട്ടന്മാരായി കഴിഞ്ഞു. ഇവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളായിരിക്കും, അവരിടയിൽ ഒരു കോമ്പറ്റീഷൻ. വിദ്യാഭ്യാസം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിദ്യാഭ്യാസം? പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നമ്മളെ തെളിച്ചു കൊണ്ടുപോകുന്നതാണ് വിദ്യാഭ്യാസം. ഇനി അഭ്യാസം വേണം, ശരീരത്തിന് മെയ് വഴക്കം വേണം. കാരണം മാറ്റത്തെ സൂക്ഷിക്കണം. നമ്മൾ ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പരിപാടി നടക്കില്ല. മനസ്സിലായ? മെയ് വഴക്കം വേണം. മനസ്സിലായ? അതാണ് കളരിപ്പയറ്റിനൊക്കെ പണ്ട് ഈ മാർഷൽ ആർട്സിനൊക്കെ പ്രാധാന്യം വന്ന അതാണ്. കാരണം സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ, കാരണം കണ്ണടച്ചിരിക്കുന്നവന് പറയുന്നൊരു സംഭവം വരുമ്പോ അറിയാം. അതാണ് വിദ്യാഭ്യാസം. അല്ല, നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ നമുക്ക് അറിയാം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെൻസേഷൻ ഞാനൊക്കെ കാടിന്റെ പ്രദേശത്തുള്ള സഞ്ചാരം ഒക്കെ കറക്റ്റ് അറിയാം. നമുക്ക് ദൂരാണെങ്കിലും ഞാന് വിചാരിച്ചിട്ടുണ്ട് അപ്പയമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവരെന്നോട് ചെയ്യുന്ന ഈ ക്രൂരതയെ കുറിച്ച് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ അവരോട് എക്സ്പ്രസ് ചെയ്യും? ഞാൻ പല രീതി പറയുന്നുണ്ട്, ഇതിവിടെ ശരിയല്ല, ശരിയല്ല എന്നുള്ളത് ഓരോ കുഞ്ഞു കുട്ടിക്കും അറിയാം. പക്ഷെ അതിന്റെ നെടുവീർപ്പ് ശ്രദ്ധിച്ചു നോക്കി 1-ല് 2-ലൊക്കെ കാണാം. അത് കഴിഞ്ഞാണ് 1-ല് 2-ല് LKG UKG പോയവരെ അവർക്ക് ഇമ്മൻസ് എനർജി ഉള്ള സമയമാണ്. അവിടെ ഇരുത്താൻ പറ്റാത്ത സമയത്ത് നമ്മള് പിടിച്ചിരുത്താണ് അവരെ. ബെല്ലടിക്കുമ്പോണ്ടാണ് ഒരു വെപ്രാളുണ്ട്. ഞാൻ ബാഗില് ബുക്സ് എടുത്ത് ചോദിക്കണല്ലേ ക്ലാസ്സിൽ പോയി ഇവരൊക്കെ ഇതിപ്പോ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഒരു കുറച്ചാള് പോയി സ്കൂളിൽ പോയി, പിന്നെ അത് ശരിയായിരുന്നു വെച്ചാൽ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം അവർ എക്സ്പ്രസ് ചെയ്തിട്ട് അവരെ ഫീൽ ചെയ്യണ ആരും ഇല്ല എന്നുള്ളതാ. ഇപ്പൊ ഞാൻ തന്നെ പോയപ്പോ നാട്ടിൽ പോയപ്പോ കുട്ടി വന്ന് സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ അപ്പൊ ഇതൊന്ന് പിടിച്ചു നോക്കിയാണ്, ഇതൊന്ന് പിടിച്ചു നോക്കിയാണ്, ഇതിന്റെ വെയിറ്റ് എത്ര അത്രയും. പക്ഷെ അതെ അതെ അതെ. കുഞ്ഞിന്റെ സ്ഥാനത്ത് ഒന്ന് ചിന്തിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു? 7 ആളുകൾ പറയണം. ഒരാള് പറഞ്ഞ അമ്മ അച്ഛനും തന്നെ പറഞ്ഞ ഒരു 10 വയസ്സ് വരെങ്കിലും ആ കുട്ടിക്ക് കേൾക്കാൻ അറിയാനുണ്ടാവും. നല്ലൊരു അറിവുള്ളവരാണെങ്കിൽ 10 വർഷം വരെ നമുക്ക് ആ കുട്ടീനെ ബോധപൂർവ്വം വളർത്താം. ഇത് 3.5 വയസ്സാകുമ്പോ സ്കൂളിൽ ചേർക്കാം. അതിന്റെ നല്ലൊരു കാലഘട്ടം ഇൻവെസ്റ്റ് കഴിഞ്ഞു അല്ലെ? 10 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റോഡ് നിയമം അറിയില്ല. ഞാൻ 10ാം ക്ലാസ് ഇറങ്ങിയപ്പോ ചിന്തിച്ചായിരുന്നു, കോടതിയിൽ എന്താണ് നടക്കണത്? പഠിപ്പിച്ചില്ലല്ലോ 10 വരെ. എന്താ ഒരു റോഡ് എന്താ ചെയ്യണം?
പഠിപ്പിച്ചില്ലല്ലോ. നമ്മൾ കാണണ്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് റോഡ് പൊളിക്കുന്നു, മറ്റേ ഗതാഗത വകുപ്പ് റോഡ് പിന്നെയും പണിയുന്നു, ഇപ്പുറത്ത് പിന്നെയും പൊളിക്കും. അവർ തന്നെ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇതൊക്കെ എന്താണ്? അതാണ് ഗവൺമെന്റ്. എന്താണ് ഗവൺമെന്റ്? മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഗവൺമെന്റ്. അതിന് ജീവനൊന്നുമില്ല. ജീവനുള്ള ഞാൻ ജീവനില്ലാത്ത എന്തിനോടോ അതല്ലേ നമ്മളെ കൊണ്ട് എഗ്രിമെന്റ് എത്തിച്ചാലല്ലേ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റത്തുള്ളൂ. നമ്മൾ പരസ്പരം ഒരു രേഖാമൂലം ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാലേ മറ്റൊരാൾക്ക് ഇടപെടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവര് കൈമെടുത്തു. അതുകൊണ്ട് എല്ലാരും എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. പക്ഷെ ഇടപെടുത്തിക്കാൻ പറ്റും. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? പരസ്പരമുള്ള സത്യസന്ധത അവിടെ ഇല്ലായ്മ, പരസ്പരം ബന്ധമില്ല. കടലാസുണ്ടോ ഒരു 100 രൂപ മുദ്രപത്രത്തെങ്കിലും എഴുതണ്ടേ, എന്നാലേ മറ്റൊരാളെ ഇടപെടുത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ഇതാണ് അപകടം. ഇതിനകത്തു നിന്നുണ്ടാകുന്ന ഈ എഗ്രിമെന്റിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ ആലോചിച്ച് നോക്കണം. പല ജനറേഷൻസ് കഴിയുമ്പോ എഗ്രിമെന്റിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ അവര് തന്നെ എന്തോ ഒരു എഗ്രിമെന്റ് ആയിട്ടാണ് ജനിച്ചു വരുന്നത്. അതെ, ഒരു എഗ്രിമെന്റ് ആയിട്ടാണ് ജനിച്ചു വരുന്നത്. കാരണം എന്റെ കമ്മിറ്റ്മെന്റ് എന്താണ് ചോദിക്കുന്നതല്ലേ, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി? ഞങ്ങൾ മണ്ണാങ്കട്ട, എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഇത്രയും കോടിക്കണക്കിന് വർഷങ്ങളിൽ പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഈ യൂണിവേഴ്സിൽ നമ്മളെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ്? വീട്ടിൽ ഒരു കുട്ടിയോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. മനസ്സിലായി? നീ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു? അവരെ കണ്ടില്ല, കുട്ടി ബ്ലാവൊക്കെയാണ്. കുട്ടി ശരിക്കും അറിയാൻ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടെന്ന്, പക്ഷെ മറ്റുള്ളവർ ഡിമാൻഡ് ചെയ്യും. മനസ്സിലായോ? നമ്മളിവിടെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കരിയില പോലെ ഇപ്പോൾ പൂർണ്ണം പറഞ്ഞ ആൾക്കാരായിരിക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഉണ്ടാകത്തുമില്ല. അത് ഉണ്ടാകാനുള്ള നാച്ചുറലായിട്ടുള്ള പ്രോസസ്സുണ്ട്. അതിന് റെസ്പെക്ട് ചെയ്യുന്നതിന് പകരം നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറയുന്നത്. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രീസ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് അവർ ചന്ദ്രനിൽ പോയത്. അല്ലേ? അല്ലേ, അത് നമ്മളോട് പറയാം. നമുക്ക് എന്താ കാര്യം? നമ്മള് രാവിലെ പോയിട്ട് അവിടുന്ന് വണ്ടി ഏത് സ്റ്റേഷനിൽ ഇങ്ങോട്ട് ഇറക്കിയത് ഇടിച്ചിറങ്ങിന്നാ പറഞ്ഞ ചന്ദ്രനില്. സ്പേസ് സ്റ്റേഷനൊന്നും ഇല്ലായിരുന്നു. മിനിമം ഒരു 100 വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പോയാൽ അവിടെ അതൊക്കെ ഉണ്ടാക്കി പണിത് റീസെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വിടാൻ പറ്റില്ല. ഇവിടെ വിടാനായിട്ട് ഒരുപാട് സംഭവം ഉണ്ട്. അവിടെ നിങ്ങളുടെ സിമ്പിളി ഇങ്ങോട്ട് പോകുന്നത് ചാടിയാൻ പറ്റില്ല. അല്ലെ, ഇത് ഞാൻ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ ഒരു കഥകളാണ്. നമുക്കെന്ത് കാര്യം ചന്ദ്രനിൽ പോയെന്നുള്ള കാര്യത്തിൽ. അതെ, അല്ലെ ചന്ദ്രനിലാണ് എത്തിയെന്ന് എന്താ ഉറപ്പ്? അവിടെ ബോർഡുണ്ടല്ലോ ചന്ദ്രൻ എഴുതിച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു സ്റ്റോറി ഇറക്കിണ്ടാവാന്ന് ഞാൻ ഒരു ദിവസം ചിന്തിച്ചു. ചന്ദ്രനിൽ പോയി ആരാ ചന്ദ്രനിൽ പോയത്? അമേരിക്ക ചന്ദ്രനിൽ പോയി. അമേരിക്ക. അപ്പൊ അമേരിക്കയിലെ ഒരാളും അല്ല. നമ്മുടെ ന്യൂസ് എന്താ? അമേരിക്ക ചന്ദ്രനിൽ പോയി. അപ്പൊ അല്ല, അതിന്റെ അർത്ഥം അറിയോ? അമേരിക്ക എന്ന് പറഞ്ഞത് ഒരു വലിയ ശക്തിയാണെന്ന് നിങ്ങളുടെ മുമ്പില് കാണിക്കണം. മറ്റു രാജ്യങ്ങളോട് പറയണം, ഞങ്ങൾ അത്ര ഉയരത്തിലാണ്, ഞങ്ങൾ പറയുന്നത് കേൾക്കുക. അത് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ അവരിറക്കിയ ഒരു ഡ്രാമയാണ് എന്ത് ചന്ദ്രൻ. അത് അവർ തന്നെ അംഗീകരിച്ചല്ലോ. നീൽ ആംസ്ട്രോങ്ങിന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നീൽ ആംസ്ട്രോങ്ങിന്റെ ഇന്റർവ്യൂവിൽ അവരോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രനിൽ പോയ കാര്യം ചോദിക്കുമ്പോ, ഐ എം ജസ്റ്റ് എ പാരറ്റ് ടു ടോക്ക്, ഐ എം നോട്ട് ഈഗിൾ ടു ഫ്ലൈ. ഞാനൊരു തത്തയെ പോലെ നിങ്ങളോട് പറയുന്നു, ഞാനൊരു ഈഗിൾ അല്ല പറന്നു പോവാന്ന്. അയാൾ അങ്ങനെ തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ അത് കിടപ്പുണ്ടോന്ന് അറിയില്ല. യൂട്യൂബിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. So don't believe such that. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ അതെ, നമ്മളിവിടെ ജീവിക്കാനുള്ള കാര്യങ്ങളിൽ ചന്ദ്രൻ. എന്നിട്ട് ഇപ്പൊ അമേരിക്ക താഴ്ന്നു വരുന്നുണ്ടല്ലോ. ഇപ്പൊ ആരാ ചന്ദ്രൻ ദൗത്യം ഏറ്റെടുത്താണ്? ഇന്ത്യ. ഇനിയിപ്പൊ ഇന്ത്യക്ക് മുകളിലാണ് കാണിക്കണം. എന്താണ് പോയിട്ട് കിട്ടണേ? ഭൂമിയുടെ ഉള്ളിലുള്ളത് തന്നെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് ആവശ്യം എന്താ? ചന്ദ്രനിൽ പോകുന്ന ആവശ്യം എന്താണ്? ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമുക്ക് ഒരാവശ്യമില്ല. നമ്മളിവിടെ പരസ്പരമുള്ള ബന്ധം ക്ലിയർ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. മനസ്സിലായി? ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിട്ടും രണ്ടുപേർക്ക് സമാധാനത്തിന് ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു ബോർഡർ ഇതുവരെ ഡിസോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല 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 ഇല്ല. കാരണം ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല. സമാന്തരമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ.
ബോർഡർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ ആ ബോർഡർ എന്നാൽ ബോർഡർ എന്താണെന്ന് അറിയത്തില്ല. അറിയത്തില്ല. നമ്മുടെ ബോർഡർ, ശരീരത്തിന്റെ ബോർഡർ എന്താണ് അറിയത്തില്ല നമുക്ക്. സ്പ്ലിറ്റ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതെ, നമ്മളെ കൺഫ്യൂസ് ചെയ്ത് നമ്മളെ അവരുടെ കൺട്രോൾ ചെയ്യുന്നത്. ആരെ കൺട്രോൾ ചെയ്യുന്നവർക്കും അറിയത്തില്ല എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് അറിയണ്ട. അവരെ വേറെ ആരെങ്കിലും കണ്ടോളൂ. അതെ, അവര് വേറെ നമ്മൾ കാണുന്നവരെ അതെ, അല്ലെങ്കിൽ അവന്റെ എന്റെ മധുരം കൊണ്ട് ഉറുമ്പ് മുഴുവൻ ഇനിയും കൂടി. പക്ഷേ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ലേ, ഫേക്ക് സിസ്റ്റം ഉണ്ടാക്കി ഭരിക്കുന്നില്ലേ, ആ കൺട്രോൾ ചെയ്യുന്നവർക്ക് ബോധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും ഒരു ചെറിയ അക്ഷരത്തിൽ ഐ എഗ്രി ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. ആ ചെറിയ അക്ഷരം വായിക്കാൻ നമുക്ക് പേഷ്യന്റ് ഇല്ല. ആക്ച്വലി അവര് പറഞ്ഞ എന്താ അറിയോ, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാത്തിനും എഗ്രി ആണ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആപ്ലിക്കേഷനെതിരെ ഒരു കേസിന് പോയി നോക്കൂ, നമുക്ക് പറ്റില്ല. ഇനി ഒരു ചോക്ലേറ്റ് മേടിച്ചു, ആ ചോക്ലേറ്റ് ചെറിയതായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇംപേഷ്യന്റ് ആയതുകൊണ്ട് അത് വായിക്കാതെ പൊളിക്കുന്നു, തിന്നുന്നു. ദിസ് ഈസ് നോട്ട് നമ്മുടെ ഈ ഇംപേഷ്യൻസ് കളഞ്ഞതാണ് ഈ പറഞ്ഞ ABC-യും നമ്മുടെ ചെറുപ്പത്തിലെ ഫോർമേഷൻ വന്നതും അല്ല. പേഷ്യൻസ് ആണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത്. അത് നാച്ചുറൽ, മറ്റത് അൺനാച്ചുറൽ ആണ്. അതാണ് ബുദ്ധിമുട്ട്. എഫേർട്ട് എന്തിനാണ്? ഇംപേഷ്യന്റിനാണ് എഫേർട്ട് എടുക്കേണ്ടത്. നമ്മളത് അറിയുന്നില്ല. നമ്മുടെ വിചാരം ഓപ്പോസിറ്റാ, പേഷ്യൻസിനാണ് എഫേർട്ട് എടുക്കേണ്ടതെന്നാണ് നമ്മുടെ വിചാരം. അതാണ് മൈൻഡ് നമ്മളെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തലകുത്തിയാണ് മിക്ക ചിത്രങ്ങള് പഠിച്ചു തന്നെ എഫോർട്ട് എടുത്ത് ജീവിക്കണം എന്നാ. ഇല്ല, നാച്ചുറലി എഫേർട്ട് ഇല്ല. കഷ്ടപ്പെടാതിരിക്കാണ് ഒരു ഭ്രാന്താതാ കഷ്ടപ്പാടില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. നാച്ചുറലി എഫേർട്ട് ഇല്ല, അതിങ്ങനെ ഒഴുകാണ്, ഫ്ലോ. ഇറ്റ്സ് ലൈക്ക് ഫ്ലോയിങ്. അത് കാണാൻ ഇൻസൈറ്റ് ആണ് വേണ്ടത്. നമ്മുടെ ഇങ്ങനത്തെ കണ്ണ് മാത്രം വെച്ച് നോക്കുമ്പോ കാണാൻ പറ്റുന്നില്ല. ബോധത്തില് ബോധം കാണുമ്പോ, കണ്ണ് കാണുമ്പോഴല്ല, ബോധം കണ്ണിനെ വെച്ച് കാണുമ്പോ ഇറ്റ്സ് ക്ലിയർ, വിഷൻ ക്ലിയർ. ബോധം വെച്ച് കണ്ണിനെ കാണുമ്പോൾ ബോധം കാണുന്നു കണ്ണുകൊണ്ട്. അതെ അതെ. പക്ഷെ ഇത് കണ്ണാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ സൈറ്റ് ക്ലിയർ അല്ല, മറ്റത് ക്ലിയർ വിഷൻ വരും. അപ്പൊ അറിഞ്ഞിരുന്നില്ല. അല്ല, അങ്ങനെയാണ് നമ്മള് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് നമ്മൾ ഇങ്ങനെയാണല്ലോ. സത്യം സെറ്റ് യു ഫ്രീ. എക്സാക്ട്ലി. ട്രൂത്ത് സെറ്റ് യു ഫ്രീ. വാട്ട് ഈസ് ദ ട്രൂത്ത്? ഇതാണ് ട്രൂത്ത്. ബോധമാണ് ട്രൂത്ത്. അത് നിങ്ങളെ ഫ്രീ ആക്കി. അതെ, നിങ്ങളെ ഫ്രീ ആക്കുന്നത് എന്താണോ അതാണ് ഞാൻ. അതെ, ഞാനാണ് ബോധം. തത്വമസി, അത് നീ തന്നെ. അത് മാത്രം ഞാൻ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാനാന്ന് പറഞ്ഞു. ഞാൻ പറയാണ് ഞാനിനോട്, അടുത്ത ഞാനിനോട്. ഞാൻ അത് നീയാകുന്നു. നമ്മളാണ്. അവിടെയാണ് ഈ വിഷയം വരുന്നത്. അത് നീയാകുന്നു. മറ്റൊരാള് പറയല്ലേ, വേണ്ട, സ്വയം പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. കണ്ണാടി വെച്ചാൽ തിരിഞ്ഞു നിൽക്കുക. മാസ്റ്റർ ബോഡിനെ ഇങ്ങോട്ട് തിരിച്ചു നിർത്തുക. ലുക്ക് അറ്റ് യു. തിരിഞ്ഞങ്ങ് നിർത്തിട്ട് ലുക്ക് അറ്റ് യു എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബുൾഡോസർ തിരിഞ്ഞു. ഇനി ബുൾഡോസർ വെച്ചിട്ട് ഓടിച്ചാ മതി. ബുൾഡോസറാണ് ബുൾഡോസറിന് മനസ്സിലാവണം. ഇത് ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ലെന്ന് പറഞ്ഞ പോലെ ഞാനിനി അറിയില്ല. അല്ലെ, സൊസൈറ്റി എല്ലാം കൺവിൻസ് ചെയ്യാൻ വേണ്ടി പരമാവധി നമ്മളെ ശ്രമിച്ചുകൊണ്ട് കൺവിൻസിങ് ആണ് എല്ലാവരും. കൺവിൻസിങ് ആകാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ചെയ്യും. അവന്റെ തീർന്നു, നീ അവിടെ നടക്കില്ല. കൺഫ്യൂഷൻ ചെയ്തിട്ട് ഈ ലൈഫ് മൊത്തം പിന്നെ ഇവൻ ഈ കൺഫ്യൂഷൻ അകത്താണ്, ട്രാപ്പാണ്. ഇതിനകത്ത് പൊട്ടിച്ച് പുറത്ത് ചാടാനാണ്. പൊട്ടിക്കാൻ ശ്രമിക്കുന്നതോട് ഇതിന്റെ കട്ടി ചുറ്റും ആള് നിൽക്കുവാണ്. കടലിനോട് മത്സരിക്കുന്നതാണ്. മായയുടെ നമുക്ക് അങ്ങട് ഒന്നും അഗെയിൻസ്റ്റ് പറ്റില്ല. അത് നമ്മളെ ക്ലാരിറ്റിയിൽ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പൊ അത് വിടും. നമ്മൾ ക്ലാരിറ്റി കൂടുന്തോറും മായ ഈസ് ഡെഡ് ആണ്. ആക്ച്വലി നമ്മുടെ മൈൻഡ് മായായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇതിന് എനർജി കിട്ടുന്നത്. നമ്മുടെ എനർജിയാണ് മായ യൂസ് ചെയ്യുന്നത്. ഞാൻ എന്തിനാണ് ഇപ്പൊ എന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു ഞാൻ ചിന്തിച്ച ഞാൻ ആ എനർജി ആയിട്ട് കണക്ട് ആയി. ബട്ട് ഞാനിപ്പോ ഈ പ്രസന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ എനർജി ആയിട്ടാ കണക്ട് ആയത്. ദാറ്റ് ഈസ് ഓൾസോ മായ. എവിടേക്കാണ് കണക്ട് ചെയ്തത്? അവിടെ നമ്മളെ നിഹാസിന് മനസ്സിലായെന്നാ ചോദിച്ചത്. എങ്ങനെ മനസ്സിലായോ? നിഹാസിന് മനസ്സിലായെന്നാണ്. അതെ, അത് നിഹാസിന് മനസ്സിലായെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്തിനായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുള്ളത്? എനിക്ക് മനസ്സിലായത് എനിക്കവിടെ ഈ
എവിടെയാണ് നിഹാസിന്റെ ആവശ്യം? എവിടെയാണ് നിഹാസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമില്ലേ, ചിന്തിച്ച് അതിനെ ഡിസ്കണക്ട് ചെയ്താൽ മതി. നിഹാസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയും എന്റെ നിഹാസ് എടുത്ത് പാടുപിടിക്കുകയും ABC നമുക്കൊരു പ്രോബ്ലം ആണെന്ന് തോന്നുന്ന മൊമെന്റില് ABC ഒന്ന് ഡിസ്കണക്ട് നിഹാസിന്റെ ആവശ്യം എവിടെയാണ്? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വെച്ചിട്ട് ഓണാക്കാണ് ചെയ്യേണ്ടത്. ഇമാജിൻ ഒരു ചെയ്ത് സാധനം വൈഫൈയുടെ switch അതാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഓൾറെഡി ഓണായി കിടക്കുക. ആ ആവശ്യമില്ലാത്ത ഓഫ് ചെയ്താൽ മതി. അതാണ് ഓഫ് ചെയ്ത. ആവശ്യമില്ലാത്തത് ഇവിടെ ഇല്ല. ഇവിടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ അതിന് ഓഫ് ചെയ്തിട്ട് ഒന്ന് നിക്കണം നമ്മള്. അത് ലൈഫിൽ എല്ലാവർക്കും വേണ്ടതാണ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. പക്ഷെ എനിക്ക് കാറുണ്ട്. ഞാൻ കാറിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ആക്സിലേറ്റർ വടിച്ചടിക്കുകയാണ്. പക്ഷെ ഇത് അടിച്ചിട്ട് എങ്ങടെ പോണേന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇത് കണ്ടുപിടിച്ച് ഓഫ് ചെയ്യണം. ഏത് സ്റ്റാർട്ട് ചെയ്ത സാധനം കണ്ടുപിടിച്ച് ഓഫ് ചെയ്ത് കുറച്ചേരം ഇരിക്കണം. അതിന് ചിലര് മെഡിറ്റേഷൻ എന്ന് പറയും, ചിലര് മിഡിലേക്ക് കൊണ്ടുവരാൻ സെന്റർ ചെയ്യാന്ന് പറയും, ചിലര് ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറയും. അങ്ങനെ അവരവർക്ക് തോന്നുന്നൊക്കെ അവര് പറയും. പക്ഷെ എന്നിട്ട് ഈ വണ്ടിയുടെ ക്ലച്ച് ഏതാ, ബ്രേക്ക് ഏതാ, മറ്റേതാ, ഓൺ ഏതാ അതൊക്കെ പഠിച്ചിട്ട് എന്നിട്ടൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. സ്ലോലി പോകും. അപ്പൊ എന്ത് ചെയ്യും? കണക്ഷൻ കുറച്ചേരാണ് നമ്മൾ എടുക്കണം. ആ പ്രസന്റിൽ മാത്രം. അപ്പൊ ശരി, അതുവരെ നമ്മള് ഇത് ഗെയിമില് ഫെയിൽ ചെയ്ത് പോകും. പിന്നെ ഗെയിമില് കയറി പോകും. അപ്പോഴും ഒബ്സ്റ്റാക്കിൾ വരും. അപ്പോഴും അടുത്ത് ഈ ലേണിംഗ് തുടർന്നുകൊണ്ടേ. എന്റെ ലേണിംഗ് ഇവിടെ നിന്ന് തീർന്നു, ഇനി എല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നവന് അപ്പോഴാണ് അഹംഭാവം കയറുന്നത്. കണ്ണിൽ ഇരുട്ട് കയറി. പിന്നെയും ഈ കണ്ണിൽ ഇരുട്ട് ഡസ്റ്റ് വരുമ്പോ എന്ത് ചെയ്യണം? തുടച്ച് അഹങ്കാരാണ് കരഞ്ഞു നിർത്തുന്നത്. ഇവിടെ ആരൊക്കെ കരയുന്നുണ്ടോ അവരവരുടെ അഹങ്കാരത്തെയാണ് കരഞ്ഞു നിർത്തുന്നത്. അല്ലാണ്ട് അവരോടൊന്നും തോന്നേണ്ട കാര്യമില്ല. അവരെ തന്നെ വൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. രക്തം കരയട്ടെ. നമ്മളത് കാണുമ്പോ അസ്വസ്ഥരാവരുത്. അപ്പൊ നമ്മുടെ ഉള്ളിലും ഉണ്ട് ഐ ഹെൽപ് ടു ക്രൈ. അതെ കുത്തിയേക്കണം. ഫ്രഷ് ആണ് അല്ലേ? കാരണം ഫ്രഷ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ഇതിന് നമ്മള് ഇമോഷൻസ് കൊണ്ട് ആവശ്യമില്ലാതെ കുത്തി കയറ്റുമ്പോഴാണ് ദുഃഖം. അയ്യോ അവര് കരഞ്ഞാണ്ട് എനിക്ക് ദുഃഖം. എന്തിനും ഞാനത് കണക്ട് ചെയ്തു. ഓഫ് ചെയ്യണം. നമ്മൾ ആദ്യം ഇതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് അത് കിട്ടുന്നത്. അപ്പൊ കുഴപ്പമില്ല. കരയുന്നൊരു ക്ലെൻസിങ് പ്രോസസ്സാ. ഞാൻ ശരിക്കും കരഞ്ഞാണ് ഇങ്ങനെ എത്തിയത്. പൊട്ടിക്കരഞ്ഞ് മനസ്സിലായി. അപ്പൊ വീട്ടിലുള്ള അംഗങ്ങളൊക്കെ കണ്ട ഞാൻ ഭയങ്കര വീക്കാണെന്നാണ്. പക്ഷെ സത്യം ഞാൻ കരയുന്നതോടെ ഞാൻ എൻഹാൻസ്ഡ് ആയി. ഒരിക്കലും സിമ്പതി കാണിക്കരുത്. അപ്പൊ അവരുടെ അത് ഓഫ് ആയി പോകും. അവര് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എക്സ്പ്രഷൻ ഓഫ്. അപ്പൊ എന്ത് ചെയ്യും? അവര് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അവര് പ്രോഗ്രസ് ആയി. കരഞ്ഞ് തീർന്നു കഴിയുമ്പോ അവര് ക്ലിയർ ആയി, വിഷൻ ക്ലിയർ ആയി. പിന്നെ അവര് ചെയ്യുമ്പോ അവര് അടിയുന്ന അവര് ഗ്രൗണ്ടായി. ശരിക്കും തകർന്ന് മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി കിടന്നപ്പോ ചേട്ടൻ പറഞ്ഞു നീ ഇന്ന് എന്റെ കൂട്ടത്തിൽ വരാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കരഞ്ഞ് താഴെ കിടക്കണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാല് എനിക്കൊരിക്കലും എഴുന്നേക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? ഞാൻ തന്നെ എഴുന്നേക്കും. അപ്പൊ എഴുന്നേറ്റാ പ്രകൃതി ആ സമയത്ത് ആരെ ഹെൽപ്പ് ചെയ്യാതെ നമ്മളെ ഹെൽപ്ലെസ് ആയി വിടുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ബ്ലിസ്ഫുൾ ആണ്. നമ്മളെ ആരെയും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രകൃതി നമുക്ക് ഇത് ആരാവില്ല. ഓക്കെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോട്ടെ. അപ്പൊ നമ്മൾ അവിടെ ആയിട്ടില്ല. അവിടെ നിന്ന് പ്രകൃതിയെ സ്റ്റോപ്പ് ചെയ്യാൻ ഇവിടെ വേറൊരു പ്രകൃതി വർക്ക് ചെയ്ത് ചേട്ടൻ ഹെൽപ്ലെസ് ആവണം. നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് അതിൽ നിന്ന് നീന്തി വരണം. അപ്പോഴാണ് ഇൻഡിവിജ്വാലിറ്റി. എക്സ്പീരിയൻസ് ചെയ്യാൻ അമ്മയായിട്ടുള്ള ബന്ധം ഞാൻ ഒഴിവാക്കണം. അമ്മയായിട്ടുള്ള ഒറ്റപ്പെട്ടിരിക്കണല്ലേ, അമ്മയുടെ ഹെൽപ്പ് ഇല്ല. പക്ഷെ അതിന് പെർഫെക്ഷൻ ചെയ്തത് നോക്കിയാൽ അത് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. നമ്മൾ ഈ പെയിന്റ് ചെയ്ത് പോളിഷ് ചെയ്യണ പോലെയാണ്. അതങ്ങനെയാണ് പൂർണ്ണമാണ്. അത് നമ്മുടെ തീരുമാനം നമ്മൾ അപ്ലൈ ചെയ്യാണല്ലോ. ഓ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത് ഭാഗത്ത്. എങ്ങനെ ഇരുന്നാലും നമ്മൾ അത്രേ ഉള്ളൂ. ഇതങ്ങനെ കോട്ടം ഇട്ടാലേ ഓക്കെ ആവുള്ളൂ. അതായത് എഴുന്നേക്കാൻ പറ്റുന്ന ഒരാളെ പിടിച്ച് എഴുന്നേപ്പിക്കുന്ന കാര്യമുണ്ടാ. അത്രേ ഉള്ളു കാര്യം. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റുന്ന ഒരാളെ മറ്റൊരാൾ പിടിച്ചു പൊക്കുന്നു.
അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. തന്നെത്താൻ എഴുന്നേക്കാൻ പറ്റും, നോക്കി അവിടെ സ്ക്യൂറുണ്ട്, വൈൽഡ് സ്ക്യൂറുണ്ട്. മനസ്സിലായോ? തന്നെത്താൻ എഴുന്നേക്കാൻ പറ്റും, പക്ഷെ പൊക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് കുഴപ്പം വരുന്നത്. അപ്പൊ അയാൾ പൊങ്ങാനുള്ള അയാളുടെ പിന്നെ പൊക്കാനായിട്ട് തന്നെ ഒരാൾ എപ്പോഴും വേണം. അതെ അതെ അതെ. പിന്നെ അതാണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്. കോംപ്ലാൻ ഇതൊക്കെ ഇട്ടുണ്ടാക്കി കൊടുത്തു കഴിയുമ്പോ കുട്ടിക്ക് എപ്പോഴും ഹെൽപ്പേഴ്സ് വേണം. ആ കുട്ടി വലുതായാലും ആ കുട്ടിക്ക് കോംപ്ലാനിലാണ് പിടിച്ചിട്ടുണ്ട്. ശക്തിയും ടീച്ചേഴ്സും ഒക്കെ അതന്നെയല്ല ചെയ്യണത്. ഒരു പർട്ടിക്കുലർ സമയത്ത് ഇവര് ഹെൽപ്പ് ചെയ്യും, ഒരു പർട്ടിക്കുലർ സമയത്ത് ഇവര് വിഡ്രോ ചെയ്യും. അപ്പൊ ആ കുട്ടി എപ്പോഴും കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ഇങ്ങനെയുള്ള സൊസൈറ്റിയുടെ ഭാഗമാവാൻ ശ്രമിക്കും. കൺഫ്യൂഷൻ വരരുത് കുട്ടിക്ക്. കാരണം കൺഫ്യൂഷൻ വന്നാൽ കുട്ടി കിടന്ന് വെപ്രാളം അടിക്കുകയാണ്. കുട്ടിയുടെ മനസ്സാണ് വെപ്രാളപ്പെടുന്നത്. ആ മനസ്സാണ് ഞാൻ, ശരീരമാണെന്ന് ഞാൻ വെച്ചിട്ടാണ് കുട്ടി ജീവിക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരാള്, അതാണ് മതങ്ങളും ഈ രാഷ്ട്രീയമൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി നിന്നാൽ എന്തോ വലിയൊരു കൂട്ടത്തിലാണ് ഞാനും. അതെ, അതൊരു ഇല്യൂഷൻ, അതിൽ പെട്ടുപോകും. അവിടെ അനലൈസിങ് നടക്കണില്ല. ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നത് കേൾക്കാന്നുള്ള മാത്രമാണ്. ഞാൻ പറയില്ല, പറയുന്ന കേൾക്കാനേ എനിക്ക് അവസരമുള്ളൂ. സ്കൂളിൽ അതല്ലേ, ഞാൻ പറയുന്നില്ലല്ലോ ഒന്നും. ഈ 10-12 വർഷം എന്ത് ചെയ്തു? ഞാൻ വല്ലതും പറഞ്ഞോ? സമ്മതിക്കില്ലല്ലോ, സൈലൻസ്. പിന്നെ പേര് എഴുതി നോക്കും, സംസാരിച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ പേര് എഴുതി വെക്കും. ചെറുപ്പത്തിലൊക്കെ എത്രത്തോളം മാനസികമായിട്ട് നമ്മള് പീഡനം അനുഭവിച്ചത് ആരും പറയാൻ പറ്റും, ആരും മനസ്സിലാക്കില്ല നമ്മളെ. അതുകൊണ്ട് ഇത് മുഴുവൻ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കും. ഏതൊക്കെ ഒരു പാരന്റ് കുട്ടികളെ സ്കൂളിൽ ഇറക്കാൻ നിൽക്കുന്നത് അവരും ഉള്ളവരുണ്ട് ഇപ്പൊ. അല്ല, വാസ്തവത്തിൽ ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളിപ്പോ ജീവിക്കുന്ന സാഹചര്യത്തില് കറക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരുവരെ സംബന്ധിച്ച് കുട്ടികളെ സ്കൂളിലാക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ടെക്നോളജി ഡെവലപ്മെന്റ് അതിന് സാധ്യതയും ഉണ്ട്. എന്നിട്ടും ഈ എനിക്ക് ആൾക്കാർ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? അച്ഛനും അമ്മയ്ക്കും സമയമില്ല. അതോടെ അറിയത്തില്ല എന്താ വേണ്ടത്. അച്ഛനും അമ്മയും തന്നെ കാപ്പബിൾ ആണെങ്കിൽ പിന്നെ അവരെ കൂട്ടത്തിൽ നിർത്തിയാൽ പോലെ. എന്ത് ഏതെങ്കിലും അച്ഛനോട് അമ്മനോട് ചോദിക്കണേ, സ്വന്തം മക്കൾ നിങ്ങളെ പോലെ വളരാൻ എന്നെ പോലെ വളരണ്ടാവും, അങ്ങനെ എല്ലാരും പറയുള്ളൂ. ഇവിടെ ഇവർ സമ്പാദിക്കുന്ന പണം സമ്പാദിക്കുക മക്കൾക്ക് വേണ്ടിയിട്ട്. കാരണം മക്കൾക്ക് യോഗ്യത ഇല്ലെന്നറിയാം, അതുകൊണ്ട് സമ്പാദിച്ച് കൊട്ടുക. അതല്ല ഇപ്പൊ കേരളം പറയുന്നില്ലേ, ഈ ഗവൺമെന്റ് ഗോഡ്സ് ഓൺ കൺട്രി. ഇത് ഗോഡ്സ് ഓൺ കൺട്രി തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ ഡെവിൾസ് ഓൺ കൺട്രി പോലെ ആക്കി തീർത്തു. ഇത് സമ്പൂർണ്ണ സാക്ഷരത എന്ന് കേരളത്തിൽ വന്നു, സമ്പൂർണ്ണ അടിമത്തമാണ് അവിടെ വന്നത്. സാക്ഷരത എന്ന് പറയുന്നത് മറ്റുള്ള ഒരാൾ നിയന്ത്രിക്കാനുള്ള എല്ലാ അവസരങ്ങളും തിരിഞ്ഞു വന്നപ്പോ സാക്ഷരതയായി. അതിൽ ക്വാളിഫൈഡ്. സെൽഫ് റിയലൈസേഷൻ ഇല്ല. എന്നിട്ട് അവർ ഈ പറഞ്ഞു തന്നവർ തന്നെ പറയും നമുക്ക് അതില്ലാന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞിരുന്നില്ല, ഈ വക്കീലന്മാര് ഈ വെള്ള ഉടുപ്പിന്റെ മുകളിൽ കറുത്ത കോട്ട് ഇടുന്നു, നിയമത്തിനെ പരിപാലിക്കുന്നവര് വെള്ള ഉടുപ്പിന്റെ മുകളിൽ കറുത്ത കോട്ടാണ് ഇടുന്നത്. ഇത് രണ്ടും ഒരു ലോജിക്ക് ഇല്ലാത്തൊരു സാധനം. വക്കീലന്മാർ ചെയ്യുന്നത്, നമ്മളിപ്പോ ഒരു കേസ്, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ ഈ FIR അവർ തയ്യാറാക്കില്ല. ഈ തയ്യാറാക്കുമ്പോഴത്തേക്ക് എന്താ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവർ തന്നെ ചേർക്കും, എന്നാലേ കേസിന് ബലം ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് തന്നെ അവിടെ പോയില്ലേ, സത്യസന്ധത പോയില്ലേ. എന്തിനാണ് കാര്യം? ഇന്നതാണ്, അയാൾ എൻ്റെ നിന്ന് മേടിച്ച കാശ് തിരിച്ചു തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇന്നത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതൊന്നുമല്ല, വേറെ കുറെ തന്നെ അപകടത്തില്ല. കേസ് ഉണ്ടാക്കിയിടവർ ചെയ്യുന്നത്, വെറുതെ നമ്മളെ കുടുക്കിണിയുന്നത്. അവരിത്രയും പഠിച്ചിട്ട് അതിന്റെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. ഇവിടെ ജയിലെന്താണ്? ജയിലെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തി റിഫോംഡ് ആയിട്ട് പുറത്തു വരണം, മനസ്സിലായി. പക്ഷെ ഇത് അതെ, സൊസൈറ്റി എന്തുകൊണ്ടാണ് സൊസൈറ്റി അതിലും വലിയ ക്രിമിനൽസ് ആണ് ഇവിടെ സൊസൈറ്റിയിലുള്ളത്. അതുകൊണ്ടാണ് ജയില് കൊണ്ട് ഗുണമില്ലാണ്ടായത്. ജയിലിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒക്കെ അയാൾക്ക് ഒറ്റയ്ക്കിരുന്ന് അയാൾ മെഡിറ്റേഷൻ ചെയ്ത് അയാളുടെ പ്രോഗ്രസിന്റെ ഭാഗമാണ് അവിടെ കിട്ടേണ്ടത്. അതിനാണ് ജയിലിലടക്കുന്നത്. അല്ലാണ്ട്
ജയിലെന്ന് പറഞ്ഞാൽ ഒരാളെ ഇത് ചെയ്യല്ല, അയാളെ ശിക്ഷിക്കല്ല, അയാളെ രക്ഷിക്കണ ചെയ്യുന്നത്. അതാണ് ജയിലിന്റെ ഇന്റൻഷൻ. അതാണ് ശിക്ഷിക്കുന്നതുകൊണ്ട് എന്ത് ഗുണം? ശിക്ഷിക്കല, രക്ഷിക്കണ വേണ്ടത്. അപ്പൊ അയാൾ ജയിലിൽ പോയി അയാൾക്കൊക്കെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് അത് കണ്ട് തിരുത്തി അയാൾക്ക് പുറത്തോട്ട് വരണം. പക്ഷെ ഇതെങ്ങനെ തിരുത്താനാണ്? കാരണം പുറത്തു നടക്കുന്ന ആൾക്കാർ അതിലും വലിയ അക്രമവും വഞ്ചനയും ചതിയും ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് എനിക്കിത് ചെയ്യാൻ കാരണം അതേ പറ്റത്തുള്ളൂ. അവരുടെ ഇടയിൽ പിടിച്ചു വെക്കാൻ അവർക്ക് കളത്രം ചെയ്തു. അത്രയും കള്ളത്തിനും. കാരണം സമൂഹത്തിലുള്ള വലിയ രാഷ്ട്രീയക്കാരൊക്കെ വൻ അഴിമതി നടത്തിയിട്ടാണ് നടക്കുന്നത്. മെട്രോയിലെല്ലാവരും ചതിക്കണി ചെയ്യുന്നത്. അതുകൊണ്ട് ജയിലിൽ നമുക്ക് ഇന്ന് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കി. മനസ്സിലായി? ജയിലിൽ പ്രോബ്ലംസ് ഉണ്ടാക്കി. എല്ലാവരും യൂണിഫോം ആക്കിയില്ലേ? എല്ലാവരും എന്തിനാ യൂണിഫോം ചെയ്തേക്കണം? പണ്ട് വൈദ്യന്മാര് വീട്ടിൽ വന്ന് ചികിത്സിച്ചു പോയിരുന്നില്ലേ? ഇന്ന് നമ്മള് ഏതെങ്കിലും ഒരു ഡോക്ടർ നമ്മുടെ വീട്ടിൽ വരുമോ? അല്ല, നേരമില്ല കുട്ടി. അല്ല, നേരം ഇല്ലാന്നല്ല, നേരം ഉണ്ടെങ്കിൽ തന്നെ അവര് വീട്ടിൽ വന്നിട്ട് എന്താ ചെയ്യാ? അവർക്ക് അറിയൂല. അല്ലെന്നേ, വീട്ടിൽ വന്നിട്ട് എന്താ പണ്ട് വല്ലപ്പോഴും കൂടി ഒരു രോഗി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരാൾക്ക് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത മറ്റൊരു രോഗത്തിന് വേറെ ഡോക്ടറെ കാണാം. കാരണം ഒരാൾക്ക് 10 തരം രോഗമാണ്. മനസ്സിലായി? 10 തരം ഡോക്ടർമാരെ ഈ ഡോക്ടർക്ക് അറിയില്ല ഈ ഡോക്ടർ എന്താ പറഞ്ഞത്. അത് അതാണ് പറഞ്ഞത്. ഇറിഗേഷൻ, ഇത് ഗതാഗതം, ഞാൻ പറഞ്ഞത് റോഡ് പൊളിക്കാൻ ഒരാള്, പണിയാൻ വേറൊരാള്. അത് തെറ്റാണ്. അപ്പൊ തന്നെ അതിൽ ഇതായില്ലേ, മായം വന്നില്ലേ? അല്ല, ഈ രോഗത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന ഡോക്ടർ എന്ന് പറയുന്ന സംഭവം തന്നെ ആവശ്യമില്ലാത്തതാണല്ലോ. അപ്പൊ അതില് ആവശ്യക്കാരനായി മാറിയ ഞാൻ ഇരയായവിടെ. അപ്പൊ പിന്നെ അത് അനുഭവിക്കുന്നു. ഇപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ. പണ്ട് ആ വൈദ്യം വീട്ടിലേക്ക് വരുമ്പോ ആ രോഗത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളേനി. ഇന്നിപ്പം രോഗിയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവല്ലേ ക്യാഷ്ലെസ് ഇൻഷുറൻസും വെച്ചിട്ട് കംപ്ലീറ്റ് സാധനങ്ങള്. രോഗി ആകുന്നുള്ള ഇതില് നേരത്തെ തന്നെ ഇവൻ ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുക. രോഗം വന്നിട്ട് ഇൻഷുറൻസ് വേസ്റ്റ് അല്ലേ? അതെ അതെ അതെ, ഇത് പ്രാർത്ഥിക്കുക. കാരണം ഇൻഷുറൻസ് എടുത്തോണ്ട് അത് എനിക്ക് സാക്ഷി ആക്ച്വലി അല്ലേ? അതാണ് സത്യം ശിവം സുന്ദരം. ശിവം എന്ന് പറഞ്ഞാൽ എന്താ? ശവമല്ലാത്തത് ശിവം, മറ്റത് ഓർക്കരുത്, ബിംബങ്ങൾ ഓർക്കരുത്. അപ്പൊ ഈ സത്യം എന്ന ഞാൻ സാക്ഷിയാണ് ഇതിനെല്ലാം. ഞാൻ ഇൻഷുറൻസ് ചെയ്ത് വെച്ചു. അപ്പൊ അതെനിക്ക് ഇനി വേണം, ഉപയോഗിക്കണം. സത്യം ശിവം സുന്ദരം എന്ന് പറയുകയും ചെയ്യും, ഇൻഷുറൻസ് 2 എടുത്ത് വെക്കുകയും ചെയ്യും. അപ്പൊ അതിന് സത്യം, ആ സത്യത്തിന്റെ സാക്ഷിയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആ ഇൻഷുറൻസ് ഉപയോഗിക്കണം ഞാൻ. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ രോഗിയാണ്. ഞാൻ രോഗിയായാലാണ് ഇൻഷുറൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ എടുത്തോണ്ട് എന്ത് പ്രയോജനം? ഞാനൊക്കെ കാരണം ആദ്യം ഫസ്റ്റ് ഇൻഷുറൻസ് എടുത്തിട്ട് ഇത് വണ്ടി തട്ടിയില്ല, അതിന് കൊണ്ടുപോയി തട്ടിച്ചിട്ട് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം എന്നുള്ള ഭാഗത്തേക്കാ പോണത്. അതെ, അതാണ് വണ്ടിക്ക് ഇൻഷുറൻസ് ചെയ്യുമ്പോ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് തേർഡ് പാർട്ടി എടുത്താൽ ശരിയാവില്ല, ഫസ്റ്റ് പാർട്ടി തന്നെ എടുക്കണം. എന്നാലാണ് ഇനി ഞാൻ ആക്സിഡന്റ് ഉണ്ടാക്കണം, അത് ഞാൻ സാക്ഷിയായി. അപ്പൊ ഞാൻ ഫസ്റ്റ് പാർട്ടി എടുത്ത് എന്തായാലും ആക്സിഡന്റ് ഉറപ്പാണ്. ഞാൻ എന്റെ വണ്ടിക്ക് ഫസ്റ്റ് പാർട്ടി എടുക്കാൻ, ഒന്നും എടുക്കാതിരിക്കാനാണ് നല്ലത്. പിന്നെ അതിന് പുറകെ പോകാൻ പറ്റുന്നത് തേർഡ് പാർട്ടി എടുത്ത്. ബിക്കോസ് ഫസ്റ്റ് പാർട്ടി എടുത്താൽ നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മൾ വേറൊരാളെ തേർഡ് പാർട്ടായിട്ട് ഇൻവോൾവ് ചെയ്യിക്കണത്. തേർഡ് പാർട്ടിയിൽ നമ്മൾ ആരെയും ചെയ്യിക്കണം, നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കറിയാലോ. കുറച്ചെങ്കിലും അവർ വരും. ആക്ച്വലി ഇതൊന്നും വേണ്ടാത്താണ് ഏറ്റവും നല്ലത്. അത് കറക്റ്റ്. വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇവിടെ ആവശ്യമാണല്ല, ആവശ്യമാണ്. അതെ, ഇത് പരിവർത്തനം, സ്വപരിവർത്തനത്തിലൂടെ മാത്രമേ വിശ്വം പരിവർത്തനപ്പെടുത്താൻ പറ്റുള്ളൂ. നമുക്കിപ്പൊ എനിക്ക് ഒരാളെ എന്തും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രീഡം എല്ലാം ഉണ്ട്. അതേപോലെ ഞാൻ എന്നെ മാറ്റുന്ന ആ മൊമെന്റില് ഈ വിശ്വം മുഴുവൻ പരിവർത്തനപ്പെടും. അപ്പൊ ഞാൻ ബോധമായി മാറണം, പൂർണ്ണ ബോധമായി മാറണം. അപ്പൊ ഇവിടെ ചുറ്റും നടക്കുന്നതും അങ്ങനെ മാറും 100%. അതാണ് ബാഹ്യ ലോകത്ത് നിങ്ങൾ കാണുന്നത് മുഴുവനും നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക ചേച്ചിയല്ല, ബോധമല്ലേ. ഞങ്ങൾ അറിവ് കൂടുതൽ അതുകൂടി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകും. ബോധം വർക്ക് ചെയ്യുന്നില്ല. കേൾക്കുമ്പോ അത് ABCD ആയിട്ടല്ലല്ലോ ഉറക്കിയത്. അതെ, നല്ല ഒന്ന് ചേച്ചിന്നോട് ചോദിച്ചില്ല.
ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരാൾ ഒറ്റപ്പെടുത്തില്ല. നമ്മള് പറഞ്ഞത് എന്തായിരുന്നു? ബോധത്തില് എല്ലാം ബോധമാണ്. ചേച്ചി എന്താ ബോധം? ചേച്ചിയുടെ വീട്ടില് എനിക്ക് എന്താന്ന് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല. പിന്നെ എന്നാലും അത് മാറ്റിട്ട് എന്നാലും ഞാൻ പറയും, ഒരു ഇൻഷുറൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഇന്ന് വേണ്ടില്ല, പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായി കഴിഞ്ഞ് ഞാൻ പറയില്ല പിന്നെ. ആ, ഒരാള് പൂർണ്ണമായി ഒരു സാധനത്തിനെ അറിഞ്ഞു കഴിഞ്ഞു, അറിയാൻ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളോട് ഞാൻ അറിഞ്ഞതിനെ എത്ര വർണ്ണിച്ചാലും നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് അത് ഒരു കേക്ക് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് ഇപ്പൊ കൂട്ടി പറയാം. ഞാൻ ആ കേക്കിനെ എത്രമാത്രം വർണ്ണിച്ചാലും കഴിക്കാതെ അത് പറയാൻ പറ്റുള്ളൂ. അതെ. നിങ്ങൾക്ക് പറയാം, ആണോ അതെ. ശരിയാണോ. അതാണ് പറഞ്ഞത്, ഈ എഴുതിയതും വായിച്ചതും കൊണ്ടൊന്നും ഒരു കഥ ഇല്ലെന്നാണ്. പക്ഷെ എഴുതുന്നതും വായിക്കാതെ ഇരിക്കണ്ട. ഒരാൾ എഴുതുന്നതും വായിക്കുന്നതും കാരണം നമ്മൾ അസ്വസ്ഥരാണ്. അതാ ടാസ്ക് അല്ലേ. ചേച്ചി ഈ എഴുതാൻ കാരണം എന്താണ്? നമ്മള് പ്രിസർവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രിസർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നശിക്കുന്നതുകൊണ്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ടോ എഴുത്തെല്ലാം പ്രിസർവേഷനാണ്. അതായത് അത് ജീവനില്ല. അതെ, ജീവനില്ലാത്ത. നമ്മള് ഇപ്പോഴും ചന്ദ്രനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റിനോട് സംസാരിക്കാൻ പറ്റില്ല. എഴുതി കൊടുത്ത് ഫോം ഫിൽ ചെയ്തിട്ട് ഒപ്പിടാനേ പറ്റൂ. അതെ അതെ ജീവനില്ലായിരുന്നു. അതെ 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 അതെ. അതിനോട് പറയാൻ പറ്റുമോ? ഞാനൊക്കെ പണ്ട് സർക്കാർ ഏതോ ആളാന്നാ വിചാരിച്ചത്. പിന്നീട് എത്രയോ മനസ്സിലായത് ഇത് ആളല്ലാതല്ലേ. അത് ആർട്ടിഫിഷ്യൽ ആയിട്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അതുപോലെ തന്നെ ദൈവവും. അറിയുന്നത് ആളെന്നല്ല. ആ അതെ 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 അതെ. ഇത് റിയലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ചെയ്യുന്ന വിട്ടിത്തരങ്ങളൊക്കെ തിരിച്ചാണ് മാർഗം. ഇതെന്തോ ഉണ്ട്, ഗവൺമെന്റ് എന്തോ ഉണ്ട് എന്ന് പറയും. ഗവൺമെന്റ് എന്തോ സംഭവം ഇല്ല. നമ്മുടെ ഇമാജിനേഷനാണ് ഗവൺമെന്റ് ഉള്ളത്. അതൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇട്ട് തന്ന സാധനങ്ങളാണ്. ഈ മതം പോലെ തന്നെ. അതെ അതെ. നമ്മൾ മര്യാദക്ക് നടക്കുമ്പോഴാണ് അറിയണത്. നമ്മൾ മര്യാദക്ക് നടക്കാത്തപ്പോഴാണ് ഗവൺമെന്റ്. നമ്മുടെ സ്ഥാനത്ത് നടന്നു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റും ഇല്ല. തീരുമാനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ട് മാറി അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഇങ്ങനെ നേരെ നടക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ച് അവൻ ഇതിൽ കൺട്രോൾഡ് ആണ്. അതെ. അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. അതെ. നമുക്ക് ആര് ഭരിച്ചാലും, മോഡി ഭരിച്ചാലും പിണറായി വിജയൻ ഭരിച്ചാലും പറയണ്ടല്ലോ, നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണില്ല. അതുകൊണ്ടാ അല്ല ഇവര് ഈ ഉത്തരവാദിത്തത്തിൽ നോക്ക ഇവര് പ്രോപ്പറായിട്ട് ചെയ്യണില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യണത് എന്തിനു വേണ്ടിട്ടാ? ടു ട്രാൻസാക്ട് അല്ലേ? അല്ല ഞാൻ എന്ത് കാര്യമുള്ളത് പഠിപ്പിച്ചില്ല. ഫ്രീഡം ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി. ഈക്വൽ ആണ് അത്. എത്രത്തോളം ഞാൻ ഫ്രീഡം അനുഭവിക്കുന്നു അത്രത്തോളം ഞാൻ റെസ്പോൺസിബിളും ആണ്. എക്സാക്ട്ലി. അത് ഇത് താഴ്ന്നിട്ട് ഇരിക്കുകയാണ്. അമ്മ വല്ലതും തന്നെ. അപ്പൊ ഓക്കെ. അപ്പൊ എന്നാല് അതെ, നീ എല്ലാത്തിനും ഓഫ് ചെയ്യാൻ അയ്യോ എവിടാണ് എനിക്കൊന്ന് കാണട്ടുണ്ടോ? പൊക്കടാ.